നമസ്തേ, ഞാൻ VS കൃഷ്ണരാജ്. ഞാൻ ദേവിക ബൈജു. പുത്തൻ പുലരിയിൽ ഇന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് കാടിറങ്ങുന്ന ഭീതിയാണല്ലേ? യെസ്, അതായത് കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരാളുടെ മരണം വലിയ ചർച്ചയാക്കപ്പെട്ട ദിവസമാണ്. കാരണം പതിവായി വയനാട്ടിൽ ആശങ്കയാണ്. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, വയനാടല്ല അത് ഭയനാടാണ് എന്ന് പറഞ്ഞു. ആശങ്ക നടുവിലാണ്. രാത്രി പോലും സ്വസ്ഥമായൊന്ന് പുറത്തിറങ്ങാനാകാതെ, പകൽ പോലും സുരക്ഷിതമല്ലാത്ത ജീവിതമാണ് അവരുടേത്. കാരണം കഴിഞ്ഞ ദിവസം രാവിലെ 8:30 മണിയോടെയാണല്ലോ ആ കാപ്പിക്കുരു പറിക്കാൻ പോയ ആ സ്ത്രീയെ കടുവ വലിച്ചിഴച്ച് 100 മീറ്ററോളം അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ്. കഴുത്തിന് പിടിച്ച് മാംസം ഭക്ഷിച്ചു എന്നാണ്. അപ്പോൾ നരഭോജി കടുവയാണ്, കൊലകൊല്ലി കടുവയാണ്. ആ കടുവയ്ക്ക് പിന്നാലെ മറ്റൊരു കടുവയെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. സാഹചര്യം കൂടിയാണ്. എന്തായാലും നമുക്ക് ആദ്യം പ്രധാന വാർത്ത. അതിനു മുമ്പ് എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. അതിന് മറന്നുപോയി പ്രധാന വാർത്തകൾ. കൊലകൊല്ലിക്കടുവയെ കാണാനില്ല, ഉറക്കമൊഴിഞ്ഞ് വയനാട്. പഞ്ചാരക്കൊല്ലിയിൽ തെരച്ചിൽ ഊർജിതം. കുങ്കിയാനകൾ ഇന്നെത്തും. കടുവ കൊന്ന രാധയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ലക്കിടിയിലും ജനവാസ മേഖലയിൽ കടുവ. കാടിറങ്ങുന്ന ഭീതിക്ക് അവസാനമില്ല. പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണം. കൃഷിസ്ഥലത്ത് നിന്ന് യുവാവിനെ ചവിട്ടി. കാലിനും ഇടുപ്പിനും പരിക്കേറ്റ വാദ്യാർചള സ്വദേശി വിജയൻ ആശുപത്രി. എലപ്പുള്ളിയിൽ കടിച്ചു തൂങ്ങുന്നവർ മേനോൻ പാറയിലേക്ക് നോക്കുക. കാടുകയറി 6 കിലോമീറ്റർ അപ്പുറത്തെ മലബാർ ഡിസ്റ്റിലറി. ബോട്ട്ലിംഗ് യൂണിറ്റിന് വെള്ളം കിട്ടാനില്ല. അടച്ചിടും മുൻപേ റേഷൻ കടകൾ കാലി. സമരം തുടർന്ന വാതിൽപ്പടി വിതരണക്കാർ. 25 ദിവസമായി ഉൽപ്പന്നം എത്തിക്കുന്നില്ല. സംസ്ഥാനത്ത് 90% കടകളിലും സ്റ്റോക്കില്ല. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് കോവിഡ് ലക്ഷണങ്ങളോടെ പനി പടരുന്നു. കേന്ദ്ര മുന്നറിയിപ്പിലും ഉണരാതെ ആരോഗ്യവകുപ്പ്. ഡോക്ടർമാരുടെ എണ്ണത്തിൽ വൻ കുറവ്. നിലവിൽ 8000-ഓളം ഒഴിവുകളെന്ന് കണക്കുകൾ. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലേക്ക് ഭാരതം. ഡൽഹിയിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. കനത്ത സുരക്ഷയിൽ രാജ്യതലസ്ഥാനം. കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ്. ഇസ്രയേൽ സൈനികരായ 4 വനിതകളുടെ വിവരം പുറത്തുവിട്ടു. 2ാം ഘട്ട ചർച്ചയിൽ വെടിനിർത്തൽ കാലാവധി നീട്ടിയേക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം T20 ഇന്ന്. മത്സരം ചെന്നൈയിൽ രാത്രി 7 മുതൽ. മുഹമ്മദ് ഷമി കളിച്ചേക്കും. സഞ്ജുവിന്റെ തകർപ്പനടി കാത്ത ആരാധകർ. അപ്പോൾ നമ്മൾ ആദ്യം വയനാട്ടിലേക്ക് തന്നെയാണ്. വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിലേക്കാണ്. അവിടെ കെണിക്കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രിയും സംഘങ്ങളായി ചേർന്ന് തെരച്ചിൽ നടത്തിയിരുന്നു. അപ്പോൾ വല്ലാത്തൊരു ആശങ്കയിലാണ് വയനാട് പഞ്ചാരക്കൊല്ലി. അപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് ലക്കിടിയിലും കടുവ ഇറങ്ങി എന്ന വാർത്ത. അപ്പോൾ നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഈ കടുവകൾക്ക് സ്വന്തമായി ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കടുവകൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കടുവകളാകും. മറ്റു കടുവകളുമായി ഫൈറ്റ് ചെയ്ത് ആ ടെറിട്ടറി പിടിച്ചെടുക്കാൻ കെൽപ്പില്ലാത്ത കടുവകളാകും. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള കടുവകൾ ഭക്ഷണം തേടി പുറത്തേക്ക് വരിക സ്വാഭാവികമാണ്. പക്ഷേ ഈ കടുവയെ സൂക്ഷിക്കണം. കാരണം ഈ കടുവ മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞു. മനുഷ്യനെ എത്ര എളുപ്പത്തിൽ കീഴടക്കാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും ടെറിട്ടറി നഷ്ടപ്പെട്ട കടുവയാണെങ്കിൽ. അതാകും ഒരുപക്ഷെ വനം വകുപ്പ് സംഘങ്ങളെ കൂടുതൽ പ്രതീക്ഷ കൊടുക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് പിടിക്കാനാകുമെന്ന് പ്രതീക്ഷ കൊടുക്കുന്നത്. ഏതായാലും വലിയൊരു സംഘം കുങ്കിയാനകൾ അടക്കം ഒരുപക്ഷെ അവിടേക്ക് മറ്റ് സംവിധാനങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. ഏതായാലും നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ശ്രമം
തുടരുകയാണ്. സ്ഥലത്ത് വനംവകുപ്പ് കൂടുവച്ചിട്ടുണ്ട്. കൂടുതൽ RRT സംഘം സ്ഥലത്തെത്തും. കുങ്കിയാനകളുടെ സഹായവും തിരച്ചിലിന് തേടും. കടുവ കൊന്ന രാധയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. അതേസമയം ലക്കിടിയിലും കടുവയെ കണ്ടെന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അർജുൻ PS ഒപ്പം ചേർന്നു. അർജുൻ, ഇന്നലെ പാതിരാത്രിയും തെരച്ചിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് പുലർച്ചെ അത് തുടങ്ങിയോ? തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത്. എന്നാൽ രാത്രിയിൽ നമുക്ക് തെരച്ചിൽ എന്ന രീതിയിൽ ഇതിനെ കാണാൻ കഴിയില്ല. കാരണം ഇവിടെ പെട്രോളിംഗ് നടത്തിയിരുന്നു. ഇവിടെയുള്ള ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ആ വനം വകുപ്പിന്റെ മുൻപിലുള്ള ആദ്യ മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിലെ തെരച്ചിൽ കുറച്ച് ദുഷ്കരമാണ്. അത്തരത്തിൽ 100ഓളം വരുന്ന RRT ടീം അംഗങ്ങൾ ഈ പ്രദേശത്താകെ കഴിഞ്ഞ ദിവസം തമ്പടിക്കുകയും ഈ പ്രദേശത്ത് തമ്പടിച്ചുകൊണ്ട് ആ സുരക്ഷയെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്തിന്റെ തൊട്ട് മുകളിൽ ആയിട്ടാണ് ഈ സ്ത്രീയെ കടുവ പിടികൂടുന്നത്. അവിടെ നിന്നാണ് വലിയ രീതിയിലുള്ള ഒരു കരച്ചിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാർ കേൾക്കുന്നതും. അതിനുശേഷമാണ് പിന്നീട് ഒരു ചെറിയ സൗണ്ട് എല്ലാവരും കേട്ടു എന്ന് പറയുന്നു. തുടർന്ന് തണ്ടർ ബോൾട്ടിന്റെ പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഒരു പ്രദേശം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ സാധിക്കും. ഈ ഒരു തേയിലത്തോട്ടമാണ്, തൊട്ടിപ്പുറത്ത് കാപ്പിത്തോട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇടതൂർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കടുവയെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പരിശോധന ആവശ്യമായി വരുന്നു. ഇപ്പോൾ നമുക്ക് കാണുവാം വനം വകുപ്പ് ഇവിടെ കൂടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ രീതിയിൽ ഉള്ള തെരച്ചിൽ രാവിലെ തന്നെ ഇപ്പോൾ തന്നെ ആരംഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൂട് കൊണ്ടുവന്ന് കടുവ വരാനുള്ള സാധ്യതയുള്ള സ്ഥലത്ത് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മറ്റൊരു കൂടാണ്. ഈ കൂട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തിനാ തന്നെയും ഇന്ന് രാവിലെ കുങ്കിയാനകളടക്കം ഇവിടെ എത്തി തെരച്ചിൽ നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘവും രാവിലെ എത്തിച്ചേരും. അങ്ങനെയെങ്കിൽ വലിയ പ്രതീക്ഷയിലാണ് ഈ പ്രദേശവാസികളുള്ളത്. വനം വകുപ്പും വലിയ പ്രതീക്ഷയിലാണുള്ളത്. കടുവ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാകാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ വനം വകുപ്പുള്ളത്. കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്ത് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന കഴിഞ്ഞ ദിവസം നടക്കുന്നുണ്ട്. RRT സംഘം 100 പേരടങ്ങുന്ന RRT സംഘം ഈ പ്രദേശത്ത് മുഴുവനായി നിന്നുകൊണ്ട് തന്നെ പരിശോധന നടത്തുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെർച്ച് ഈ പ്രദേശത്ത് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ലക്കിടിയിൽ മറ്റൊരു കടുവ കൂടി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ ലക്കിടിയിൽ വനപാലകരെയൊക്കെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അക്രമ സ്വഭാവം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സ്വാഭാവികമാണ്, അവർക്ക് പ്രതിഷേധമുണ്ടാകും, അവർക്ക് രോഷമുണ്ടാകും. ഇത് ആദ്യ തവണയല്ല, നിരവധി തവണയായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർന്നു വരികയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിനിടെ 8 ആക്രമണമാണ്. കടുവയുടെ ആക്രമണത്തിൽ 8 പേരാണ് മരണപ്പെട്ടത്. മാത്രമല്ല ഒരു വർഷത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരാട്ടെ 5 പേരും. ഇത്തരത്തിൽ വലിയ ഒരു സംഖ്യ തന്നെയാണ് ഇത്. 10 വർഷത്തിനിടെ 8 പേരാണ് ഈ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലാണ് വയനാട്ടിലെ ജനങ്ങൾ ഒന്നാകെ ഉള്ളത്. ഇതിനു മുൻപ് തന്നെ നമ്മൾ കണ്ടതാണ്, വാഗേരിയിൽ ഒരാളെ കടുവ പിടിക്കുന്നു, അതിനു മുൻപ് പുതുശ്ശേരിയിൽ ഒരാളെ കടുവ പിടിക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ കടുവയുടെ ആക്രമണം തുടർന്നു വരുന്ന ഒരു സാഹചര്യം. അതേപോലെ തന്നെ ആനയുടെ ആക്രമണം ഈ കൊല്ലം മാത്രം ഒരു വർഷത്തിനിടെ മാത്രം 5 പേരാണ് വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കണക്കുകൾ വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ആ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഈ പ്രദേശത്ത് നടക്കുമ്പോഴും ഈ കണക്കുകളൊക്കെയാണ് ഈ ജനങ്ങളെ ഭയത്തിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള ഒരു രോഷപ്രകടനമൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിലൊക്കെ വനമന്ത്രിയും അതുപോലെ തന്നെ സ്ഥലം മന്ത്രി OR കേളു അടക്കമുള്ളവർ ഇവിടെ സ്ഥലത്തെത്തുകയും തുടർന്ന് നാട്ടുകാരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവർ ഉറപ്പ് നൽകി ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ തന്നെയാണ് ഉറപ്പ് നൽകിയിരുന്നത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വീണ്ടും ഇപ്പോൾ ശാന്തരായിരിക്കുകയാണ്. പക്ഷെ എത്ര നാൾ ഈ ഉറപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാർത്ത നമ്മൾ പറയുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ലക്കിടിയിലും കടുവ ഇറങ്ങിയത്. സ്വാഭാവികമായിട്ടും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ആവശ്യം. അല്ലാതെ ഓരോ കടുവ ഇറങ്ങുമ്പോഴും അതിനെ പിടികൂടുക, പിന്നീട് അതിനെ വനപ്രദേശത്ത് കൊണ്ട് നിർത്തുക, ഈ ഒരു സാഹചര്യമല്ല വേണ്ടത്. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്, കൃത്യമായിട്ടുള്ള ഒരു പരിഹാരമാണ് വേണ്ടത്. നേരത്തെ തന്നെ വയനാട്ടുകാർ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങളാണ്. ആന അടക്കമുള്ള വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ റെയിൽ ഫെൻസിംഗ് അടക്കമുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള ഫെൻസിംഗ് രീതികളടക്കം ഇവിടെ അവലംബിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ രീതിയിലുള്ള ഫെൻസിംഗ് രീതികൾ വേണം. മാത്രമല്ല
മാത്രമല്ല കടുവയെ അടക്കമുള്ള വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ശാസ്ത്രീയമായ രീതിയിൽ എന്തൊക്കെ അവലംബിക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കണമെന്ന് നേരത്തെ തന്നെ വയനാട്ടുകാരുടെ ആവശ്യമാണ്. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ ഒരു കടുവയെ വനംവകുപ്പ് പിടികൂടുന്നത്. അതും 9 ദിവസത്തിന് ശേഷം 10 ദിവസത്തോളം എടുത്തു ആ ഒരു പ്രദേശത്ത് അത്തരത്തിൽ ആ കടുവ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ കടുവയെ പിടികൂടാൻ സാധിച്ചത്. എന്തിനാ തന്നെയും ഇന്ന് ഇവിടെ ഇറങ്ങിയ കടുവയും ഈ മാനന്തവാടി തൊട്ടപ്പുറത്താണ് ടൗൺ എന്ന് പറയുന്നത്, 8 കിലോമീറ്റർ ദൂരമാണ് കടുവയ്ക്ക്. അതൊരു ദൂരം അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം, ഒരു ഭയന്ന് തന്നെയാണ് ഈ പ്രദേശത്തുള്ളവർ ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് പറയാനുള്ളത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്ക് പോകരുത്, ഒരു ജാഗ്രതയാണ് വേണ്ടത്. കൃത്യമായ ഒരു ജാഗ്രത പാലിക്കുക, വനത്തിലൂടെയൊക്കെ പോകുമ്പോൾ അതിനുള്ള ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. എന്തിനാ തന്നെയും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്ക് ഈ പ്രദേശങ്ങൾ ഒന്നുകൂടെ കാണാം. ഇത്തരത്തിൽ കാപ്പിത്തോട്ടമാണ്. അതിൻ്റെ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഓരോ വീടുകളുണ്ട്. ഈ വീടുകളുണ്ട്. ഈ കാപ്പിത്തോട്ടത്തിലാണ് ആളുകൾ ഇത്തരത്തിൽ കാപ്പി പറിക്കുവാൻ അല്ലെങ്കിൽ കാപ്പിക്കുരു പറിക്കുവാൻ ഈ പ്രദേശത്തേക്ക് എത്തുന്ന നിരവധി പേരുണ്ട്. പുറമേ നിന്നും പണിക്കാരായി വരുന്ന ആളുകളുണ്ട് ഈ പ്രദേശത്ത് വരുന്നവർ. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ തൊട്ടപ്പുറത്ത് എന്ന് പറയുന്നത് കാടാണ്. ആ കാട്ടിൽ നിന്നാകാം ഈ കടുവ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമൊന്നും ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും അവർ പോകുന്ന സ്ഥലമാണ്, അവർ പണിയെടുക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അന്നും അതുപോലെ തന്നെ രാധയും കഴിഞ്ഞ ദിവസം അതേപോലെ തന്നെ കാപ്പിക്കുരു പെറുക്കുവാൻ ആദ്യമൊന്ന് ആളുകൾ ഒക്കെ കാപ്പിക്കുരു പറിച്ചു കഴിഞ്ഞിട്ട് ആ കാപ്പിക്കുരു എടുക്കുവാൻ വേണ്ടിയാണ് പിന്നീട് രാധ ഇവിടേക്ക് പോയത്, കാട്ടിനുള്ളിലേക്ക് പോയത്. ആ ഒരു സമയത്താണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. സ്വാഭാവികമായും വനംവകുപ്പ് പറയുന്നത് മറ്റൊരു ജീവിയാണെന്ന് കരുതിയായിരിക്കാം. സ്വാഭാവികമായും മനുഷ്യനെ ഈ കടുവ ആക്രമിക്കുന്ന ഒരു സ്വഭാവമില്ല. അതുകൊണ്ട് തന്നെ കടുവയുടെ ഏതെങ്കിലും ഇരയാണെന്ന് കരുതി പിടിച്ചതാകാം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തിനാ തന്നെയും വലിയ രീതിയിലുള്ള ഒരു നഷ്ടം. പക്ഷേ ഈ കടുവ കഴുത്തിന് പിടിച്ച് 100 മീറ്ററോളം അപ്പുറത്തേക്ക് കൊണ്ടുപോയെന്നും മാംസം ഭക്ഷിച്ചുവല്ലോ. സ്വാഭാവികമായും അത് അപകടകാരിയായ കടുവയാണ്, നരഭോജി കടുവയാണ്. സാധാരണ കടുവകൾ അങ്ങനെ മനുഷ്യൻ്റെ മാംസമൊന്നും കഴിക്കാറില്ലല്ലോ. പക്ഷേ ഇത് നരഭോജി കടുവയാണ്, കൊലകൊല്ലി കടുവയാണ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നരഭോജി കടുവ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. അത്തരത്തിൽ തന്നെയാണ് സ്വാഭാവികമായും ആ ഒരു കടുവയെ പിടികൂടുക എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന സ്ഥലത്തിന്റെ തൊട്ട് മുകളിൽ വെച്ചാണ് ഇത്തരത്തിൽ രാധയെ കടുവ അറ്റാക്ക് ചെയ്യുന്നതും അവരെ കൊല്ലപ്പെടുത്തുന്നു. അത് ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ജനങ്ങളടക്കം പറയുന്നത്, വയനാട്ടുകാരടക്കം പറയുന്നത്. പക്ഷേ വനംവകുപ്പ് ഒന്നെങ്കിൽ ജീവനോടെ പിടികൂടുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ള ഒരു മാർഗമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്. ആദ്യത്തെ പടി എന്നോണം ഇത്തരത്തിൽ കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട്, നേരത്തെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു കൂട് ഈ പ്രദേശത്ത് മറ്റൊരു പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ആ കൂട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു കൂടാണ്. ഈ കൂടും ഇന്നിവിടെ സ്ഥാപിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ കൂട് വെച്ചുകൊണ്ട് ഇവയെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടുക, ഈ 2 സാഹചര്യമാണ് ഇവിടെയുള്ളത്. അത്തരത്തിൽ അല്ല എങ്കിൽ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ആ രീതിയിലേക്കാണ് വനംവകുപ്പ് ഇനി നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാപ്പിത്തോട്ടങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തേയിലത്തോട്ടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കടുവ പതുങ്ങിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കടുവയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ തെർമൽ ഡ്രോൺ പരിശോധന ഇന്ന് രാവിലെ തന്നെ ഈ പരിശോധന കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. അതിന്റെ റിസൾട്ട് വരാനുണ്ട്. മാത്രമല്ല ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതടക്കം നമ്മൾക്ക് നോക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കും. ഇതിനാൽ തന്നെയും രാധയുടെ മൃതദേഹം അല്പസമയത്തിനകം ഏകദേശം ഒരു 8:30 കൂടി തന്നെ വീട്ടുവളപ്പിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ളവർക്ക് ഈ ഭൗതികദേഹം ഒന്ന് കാണുവാനുള്ള ഒരു സൗകര്യം ഒരുക്കും. അതിനുശേഷമായിരിക്കും ഏകദേശം 11:30 കൂടിയൊക്കെ ഈ രാധയുടെ മൃതദേഹം അടക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വനംവകുപ്പ് കഴിഞ്ഞ ദിവസം ഇതിനാൽ തന്നെയും ഈ സ്ഥലത്ത് റോന്തു ചുറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ റോന്തു ചുറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക്
സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വനം വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായി കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്തിനാൽ തന്നെയും സ്വാഭാവികമായും നമ്മൾ ഇപ്പോഴും പറയുന്നത് ഒരു കടുവ ഇറങ്ങി അതിനെ പിടിക്കുക അല്ലെങ്കിൽ അതിനെ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതല്ല. ആ കടുവ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എങ്ങനെ ഈ കടുവ ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യമായി നോക്കേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ നോക്കുക. 10 വർഷത്തിനിടെ 8 ജീവനുകളാണ് ഈ വയനാട്ടിൽ പൊഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ഈ ജീവനുകൾ ഓരോന്ന് പൊലിയുമ്പോഴും എന്തുകൊണ്ടാണ് സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശാസ്ത്രീയമായ രീതിയിൽ ഈ കടുവ പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയാത്ത വിധം ആ ഒരു സജ്ജീകരണം ഒരുക്കാത്തത് എന്നുള്ള ചോദ്യമടക്കം ചോദിക്കുന്ന ഈ സാഹചര്യം ഉണ്ടാകുന്നത്? ശരി അർജുൻ, അപ്പോൾ ഈ ലക്കിടിയിൽ കടുവയെ കണ്ടുവന്ന വാർത്ത വരുന്നു. അപ്പോൾ നാട്ടുകാരുടെ ആശങ്ക, അതായത് പ്രദേശവാസികളുടെ ആശങ്ക, ലക്കിടി കുറച്ച് അകലെയാണെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും വയനാടുകാരുടെ ആശങ്ക അത്രമേൽ കൂടി വരികയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ലക്കിടിയിൽ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ലക്കിടിയിൽ ഇത്തരത്തിൽ ഒരു കടുവയെ കണ്ടത്. അതിനുശേഷം RRT സംഘം, അവിടെ ഒരു സംഘം RRT ടീം അവിടെ എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ എത്തിയ RRT സംഘത്തെ ജനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഓരോ ദിവസവും ഇവിടെ കടുവ ഇറങ്ങുന്നു. എപ്പോഴും ഒരേപോലെ ഈ നാട്ടുകാർ ഉണ്ടാകണമെന്നില്ല. പിന്നീട് ചിലപ്പോഴൊക്കെ നാട്ടുകാർ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യജീവി ശല്യം, വന്യജീവികളുടെ ആക്രമണം, ജനങ്ങളുടെ ജീവനുകൾ നഷ്ടപ്പെടുന്നു, കാർഷിക മേഖല നശിക്കുന്നു. അത്തരത്തിൽ കാർഷിക മേഖലയിലൊക്കെ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു, ആന ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു. അത്തരത്തിൽ ഈ ഒരു വന്യമൃഗങ്ങൾ തന്നെ നിരന്തരം ഈ വയനാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് വയനാട്ടിലുള്ള ജനങ്ങളുള്ളത്. നമുക്കറിയാം, 4 വശം ചുറ്റപ്പെട്ട് കിടക്കുന്ന, കാടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട്. വനഗ്രാമങ്ങൾ ഇവിടെ നിരവധിയുണ്ട്. അത് വനത്തോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വനത്തോട് അതിർത്തി പങ്കിടുന്ന നിരവധി ഗ്രാമങ്ങളാണ് ഈ വയനാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട്. റെയിൽ ഫെൻസിംഗ് രീതി എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. ശാസ്ത്രീയമായ ഫെൻസിംഗ് രീതികൾ അവലംബിക്കേണ്ടതുണ്ട്. കടുവ പുറത്തേക്ക് ഇറങ്ങുവാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കടുവയുടെ സെൻസസ് എത്രയും പെട്ടെന്ന് കടുവയുടെ എണ്ണം സെൻസസ് എടുക്കണമെന്നുള്ള ഒരു ആവശ്യം പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആൾക്കാരും അത്തരത്തിലുള്ള സംരക്ഷണ സമിതി, അതായത് ഈ ഒരു സംരക്ഷണ സമിതിയുള്ള ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു കണക്ക്, കടുവയുടെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് എത്രയും പെട്ടെന്ന് പുറത്തു വിടണമെന്ന് പരിസ്ഥിതിവാദികളൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഈ വയനാട്ടിൽ ഉള്ള കടുവകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ വനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ കടുവകൾ ഈ പ്രദേശങ്ങളിലുണ്ട്, ഈ വയനാട് പ്രദേശങ്ങളിലുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വയനാടൻ കാടുകളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കടുവയ്ക്ക് കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറി കടുവയ്ക്ക് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ടെറിട്ടറിയാണ്. ചിലപ്പോൾ ചില കടുവകൾക്ക് അത്തരത്തിൽ ആ ടെറിട്ടറി തങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന കടുവകൾ ഉണ്ടാകാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കടുവയ്ക്ക് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോൾ, ദേഹത്ത് പരിക്ക് പറ്റുമ്പോഴോ അവശ നിലയിലാകുമ്പോഴോ ആണ് പിന്നീട് ഒരു കടുവകൾ പുറത്തേക്ക് ഇറങ്ങുക. അത് പിന്നീട് ഈ നാട്ടിലേക്ക് ഇറങ്ങുകയും ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ഇറങ്ങി ആടുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലാണ് മനുഷ്യജീവനും അപകടത്തിലേക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനാൽ തന്നെയും അല്പസമയത്തിനകം തന്നെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കുങ്കി ആനകളും ഇവിടെ എത്തും. കോന്നി സുരേന്ദ്രനും ഭരത്തുമായിരിക്കും മിക്കവാറും ഇവിടെ എത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപാട് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആനകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വനംവകുപ്പിനെ സഹായിച്ചിട്ടുള്ള ആനകളാണ് ഇവിടെയുള്ളത്. മാത്രമല്ല, ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അല്പസമയത്തിനകം എത്തും. ആ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുള്ളത്, വനംവകുപ്പിനുള്ളത്. ഇതിനാൽ തന്നെ വനംവകുപ്പ് അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്ത് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് ചില സ്ഥലങ്ങളിലൊക്കെ വനംവകുപ്പ് ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ഈ വനപാലകർ ഈ പ്രദേശം മുഴുവൻ അരിച്ചു പെറുക്കുകയാണ് കടുവയെ കണ്ടുകിട്ടാൻ. ഓരോ സ്ഥലത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറകളിൽ ഇന്ന് എന്തെങ്കിലും പതിച്ചിട്ടുണ്ടോ എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല, തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ഇവിടെ നടന്നിരുന്നു. ആ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന എവിടെ വരെ എത്തി എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മൾ രാവിലെ തന്നെ
ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അത് അവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഈ ക്യാമറകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു, അതിനുശേഷമായിരിക്കും കടുവയുടെ സാന്നിധ്യം ഏത് തരത്തിലുണ്ട്, എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇത്തരത്തിൽ ഈ ഒരു കാപ്പിത്തോട്ടം നിറഞ്ഞ സ്ഥലമായതുകൊണ്ടൊക്കെ തന്നെ ഏത് സ്ഥലത്താണ് കടുവ ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ തെരച്ചിൽ നടത്തുക ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കും കൂടുതലായി ഈ പ്രദേശങ്ങളിൽ നടക്കുക. മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ ക്യാമറകൾ, ഓരോ പ്രദേശത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറകളിൽ ഈ കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് കൂടി ഇന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ആ ഒരു സമയത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ലക്കിടിയിലും ഒരു കടുവ ഇറങ്ങി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അർജുൻ, ഇന്ന് നിഷേധമാണ് ഈ കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം സംസ്കരിക്കുന്ന ദിവസമാണ്. മറുവശത്ത് വനം വകുപ്പ് സർവ്വസജ്ജങ്ങളുമായി അവിടേക്കെത്തി. ഡോക്ടർ അരുൺ സഖറിയുടെ സാന്നിധ്യം ഏറെ നിർണായകമാണ്. വലിയ പ്രതീക്ഷയിലാണോ നാട്ടുകാർ? ഇന്നൊരു ദിവസം എത്ര കണ്ട് നിർണായകം? തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. രാധയുടെ മൃതദേഹം ഏകദേശം 8:30 ഈ വീട്ടുവളപ്പിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ശേഷം 11:00 ഈ മൃതദേഹം സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെയുള്ള ബന്ധുക്കളും തയ്യാറാകുന്നത്. പക്ഷേ കൃത്യമായി തന്നെ തങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള നഷ്ടപരിഹാരം തങ്ങൾക്ക് കൃത്യമായി ലഭിക്കണം, അല്ല എങ്കിൽ മൃതദേഹം അടക്കില്ല എന്നുള്ള ഒരു ഉദ്ദേശം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ബന്ധുക്കൾ പറയുന്നത് അത്തരത്തിലാണ്. കൃത്യമായി തന്നെ തങ്ങൾക്ക് പറഞ്ഞ നഷ്ടപരിഹാരം കിട്ടേണ്ടതുണ്ട്. അത് ഒരിക്കലും തങ്ങൾക്ക് പകരമാകില്ല എന്നറിയാം. എങ്കിൽ കൂടിയും അവരുടെ കുടുംബത്തിന് അതൊരു ആശ്വാസമായും കുടുംബത്തിലുള്ള ഒരു കുട്ടിക്ക് ജോലി നൽകുകയും വേണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇവർ വെച്ചിട്ടുണ്ട്, ഈ കുടുംബം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്നുള്ള ഒരു കാര്യമാണ് ആ കുടുംബം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പറഞ്ഞതാണ്, പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം അല്ലെങ്കിൽ ആനയുടെ ആക്രമണം ഒക്കെ നിരന്തരം ഉണ്ടാകുന്നത് പതിവാണ്. ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ നിരവധി ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ ആക്രമണങ്ങളിൽ മരണപ്പെടാതെ ഈ മരണത്തെ കൂടെ മല്ലിട്ട് കൊണ്ട് കിടക്കുന്നവർ ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും ഇത്തരത്തിൽ അംഗവൈകല്യം സംഭവിച്ചവരുണ്ട്, അത്തരത്തിൽ കിടപ്പിലായവരുണ്ട്. അങ്ങനെ പലതരത്തിൽ ഈ ഇതിന്റെ വശങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേരാണ് ഈ പ്രദേശങ്ങളിലുള്ളത്, ഈ വയനാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് അടക്കം ഇവിടെയുള്ള ആളുകൾ അടക്കം പറയുന്നത് കൃത്യമായി തന്നെ തങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ പലർക്കും ഇപ്പോഴും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. നഷ്ടപരിഹാരം ശരിയാണ്. കഴിഞ്ഞ ദിവസം ഈ രാധയുടെ ബന്ധു നമ്മളോട്, അർജുൻ തന്നെ ടെലിഫോൺ കൈമാറി നമ്മളോട് പ്രതികരിച്ചിരുന്നതാണ്. എത്ര ലക്ഷം കിട്ടിയാലും കോടികൾ കിട്ടിയാലും ഞങ്ങളുടെ ബന്ധുവിൻ്റെ രാധയുടെ സാന്നിധ്യത്തിന് പകരമാവില്ലല്ലോ. മാത്രമല്ല ഇന്നലെ ഉണ്ടായ വലിയൊരു ജനരോഷമുണ്ടല്ലോ കൃഷ്ണൻ. നമ്മൾ കണ്ടത് OR കേളുവിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു, കൂക്കിവിളി ഉണ്ടാകുന്നു. മാത്രമല്ല ജനരോഷം അടങ്ങുന്നേ ഇല്ലായിരുന്നു. അതായത് ഏതൊരു പ്രതിഷേധവും തുടങ്ങുന്നത് ചിലപ്പോൾ പല പല പ്രചാരണങ്ങളിലൂടെയാകും. പക്ഷേ ഇതങ്ങനെയല്ല. അവിടുത്തുകാർ ഒറ്റക്കെട്ടായി, നമ്മൾ ആ പാലക്കാട് അപകടം നടന്നപ്പോൾ കണ്ടതാണ്. ആ റോഡിൻ്റെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് തീരുമെന്ന് പറഞ്ഞ് ആരും പറയാതെ എല്ലാവരും ഒരേ ആവശ്യവുമായി ഒരുമിച്ച് കൂടുകയാണ് പെട്ടെന്ന്. അതാണ് നമ്മൾ ഇന്നലെയും കണ്ടത്. വയനാട്ടിൽ ഇത് പതിവാണ്, വലിയ ആശങ്കയാണ്. കടുവകളുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. സർക്കാർ ജനങ്ങളെ കണ്ടേ മതിയാകൂ. വനത്തിനുള്ളിൽ കാട് കടുവകളുടേതാണ്, കാട്ടാനകളുടേതാണ്, അതവിടെ കഴിഞ്ഞോട്ടെ. പക്ഷേ ജനങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ഒഴിവാക്കാൻ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൂടി സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ്. കടുവ ഭീതിയാണ് വയനാട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പാലക്കാട് കാട്ടാന ഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണം ഉണ്ടായി. കൃഷിസ്ഥലത്തിറങ്ങിയ ആളെയാണ് കാട്ടാന ചവിട്ടിയത്. പരിക്കേറ്റ വാളയാർ സ്വദേശി വിജയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാലക്കാട് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. പാലക്കാട് മുൻപും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാന ആക്രമണങ്ങൾ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങളെല്ലാം വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അതിനൊന്നും ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് തന്നെയല്ലേ ഇന്നും ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്? പാലക്കാട് വാദ്യാർ ചള്ളയിൽ ഇന്ന് പുലർച്ചെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വാദ്യാർ ചള്ളയിലെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന വാദ്യാർ ചള്ള സ്വദേശിയായ വിജയൻ എന്നയാളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസവും കാട്ടാന ഇറങ്ങിയിരുന്നു. ചുള്ളിമണ മേഖലയിലാണ്
കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയത്. ആ ചുള്ളിമാട മേഖലയിൽ ഇറങ്ങിയ കാട്ടാന തന്നെയാണ് ഈ വിജയനെയും ആക്രമിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ചുള്ളിമടയിൽ ഇറങ്ങിയ ആന വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചിരുന്നു. നേരം പുലർന്നപ്പോഴും ഈ ആന നെൽകൃഷി ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ഒക്കെ ഏറെ നേരം ശ്രമിച്ചതിനെ തുടർന്നാണ് ആന കാട് കയറിയത്. അങ്ങനെ കാട് കയറിയ ആനയാണ് ഇന്നിപ്പോൾ പുലർച്ചെ വീണ്ടും ഇങ്ങനെ ജനവാസ മേഖലയിൽ എത്തി കൃഷിയിടത്തിലേക്ക് പോയ ഒരു വ്യക്തിയെ ആക്രമിച്ചിരിക്കുന്നത്. വിജയൻ എന്ന വ്യക്തിയാണ് ആക്രമിച്ചത്. ഇദ്ദേഹത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ ചവിട്ടേറ്റ ഉടനെ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷെ അവിടെ നിന്നും പിന്നീട് കൂടുതൽ ചികിത്സ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്ന് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ശരി, അപ്പോൾ അതെ, സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഇത്രയും വലിയൊരു ജനരോഷം ഉണ്ടായപ്പോൾ മാത്രമാണ് വയനാട്ടിൽ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു നടപടികളിലേക്ക് കടന്നതെങ്കിലും നാട്ടുകാർ ആശുപത്രിയിലെത്തിയ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം രേഖാമൂലം ഞങ്ങൾക്ക് ഒപ്പിട്ട് നൽകണം. എഴുതി തന്നിട്ട് പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിടത്ത് കടുവ ഭീതി, മറ്റൊരിടത്ത് കാട്ടാന ആക്രമണം. വന്യമൃഗങ്ങളിങ്ങനെ കാടിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുമെന്ന് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് വനങ്ങൾക്കതിർത്തികളിൽ താമസിക്കുന്നവരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണൂ എന്നൊരു റിക്വസ്റ്റ് ആ നാട്ടുകാർക്ക് വേണ്ടി. പുലിപ്പേടി ഒഴിയാതെ കൊല്ലം പത്തനാപുരം കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് പുലിയിറങ്ങി. വനം വകുപ്പ് കൂടും ക്യാമറയും സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായിട്ടില്ല. ഒന്നിലധികം പുലികൾ ഉണ്ടോ എന്നും ആശങ്കയുണ്ട്. എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഈ വന്യമൃഗ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അതിനിടയിലാണ് ഇപ്പോൾ കൊല്ലത്ത് പുലിയെ കണ്ടു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ അത്രത്തോളം ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ എന്ത് നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് സ്വീകരിച്ചത്? ദേവിക, ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ പുലി റോഡ് മുറിച്ചു കടക്കുന്നതായി കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ മുൻപും പുലിയെ കണ്ടവരുണ്ട്. അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പത്തനാപുരം താലൂക്കിലെ ജനങ്ങൾ ഒന്നാകെ തന്നെ ഭയത്തോടെയാണ് കഴിയുന്നത്. കാരണം കഴിഞ്ഞ നവംബറിലാണ് ഒരു പുലിയെ കൂട്ടിലകപ്പെട്ട രീതിയിൽ അവിടെ നിന്നും പിടികൂടിയത്. അതിനുശേഷം വീണ്ടും പുലി ഭീതി ഒഴിയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ ജനങ്ങൾ ഭീതിയിൽ തന്നെയാണ്. കാരണം ഇന്ന് ഈ പിടവൂർ ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. രാത്രിയോടുകൂടി ഈ പുലി വാഹനങ്ങൾ പോകുന്ന റോഡിന് കുറുകെയാണ് പോകുന്നതെന്നാണ്. അപ്പോൾ ഇതിനു മുമ്പും, അതായത് പുന്നല ചാച്ചിപ്പുന്ന ഭാഗത്ത് പുലി റോഡ് മുറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിതൽവെട്ടിയിൽ നിന്ന് പുലിയെ പിടികൂടിയിട്ടുമുണ്ട്. ഇനിയും എത്ര പുലികളുണ്ട് എന്നുള്ള കൃത്യമായ വിവരം വനം വകുപ്പിനില്ല എന്നുള്ളതാണ്. ഏതായാലും കുണ്ടംകുളം ഭാഗത്തൊരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പുലിയെ പിടികൂടാനായി. ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പുലി ഇതുവരെയും അകപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. നിരന്തരമായി ജനങ്ങൾ അങ്ങനെ ഭീതിയോടുകൂടി കഴിയുകയാണ് എല്ലാ ഭാഗത്തും. അതായത് കൂടൽമുക്ക്, പിടവൂർ, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളൊക്കെ ഇത്തരത്തിൽ ജനങ്ങൾ പുലിയെ കണ്ടതായി പറയുന്നുണ്ട്. അതോടൊപ്പം ദൃശ്യങ്ങളും അതിന് തെളിവായിട്ടാണ് ഈ ജനങ്ങൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുന്നത്. എന്തായാലും ക്യാമറകളൊക്കെ സ്ഥാപിച്ചു, കൂട് സ്ഥാപിച്ചു. പക്ഷേ പുലിയെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങളും പരാതി ഉന്നയിക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും പുലിയെ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും ഇനിയും ഈ മേഖലകളിലൊക്കെ തന്നെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. മുൻപ് ഈ ഭാഗത്ത് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ പുലി ആക്രമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുപന്നിയെ അടക്കം പിടികൂടിയിരുന്നു. അത്തരത്തിൽ വന്യമൃഗ ശല്യം ഈ പത്തനാപുരം താലൂക്കിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് രാത്രിയിലൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഏതായാലും കുട്ടികളൊക്കെ നിരവധിയായുള്ള ഒരു പ്രദേശം കൂടെയാണ് ഈ പിടവൂർ എന്ന് പറയുന്നത്. ഈ പിടവൂരിലാണ് ഇപ്പോൾ പുലി ഇറങ്ങിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കടുവകൾ ഒറ്റയ്ക്കാണ് വേട്ടയ്ക്കിറങ്ങാറ്. കടുവകൾക്ക് ടെറിട്ടറി എന്നൊരു പദം തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷെ പുലികൾ അങ്ങനെയല്ല. ഈ കടുവകൾ മനുഷ്യരെ കണ്ടാൽ പോവുകയുമില്ല. നമ്മൾ ഈ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കബനിയിലടക്കം കടുവകൾ ഇങ്ങനെ മനുഷ്യൻ്റെ സാന്നിധ്യം എത്ര അടുത്തായാലും പേടിയില്ലാതെ പോകാറുണ്ട്. പക്ഷെ പുലികൾ അങ്ങനെയല്ല. മാത്രമല്ല പുലികൾ
ഒന്നല്ല ഒന്നിലേറെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതാകും ഒരുപക്ഷെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്, അല്ലേ മനോജ്? തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചിതൽവെട്ടിൽ നിന്നും ഒരു പുലിയെ പിടികൂടിയിരുന്നു നേരത്തെ. അതിനുശേഷമാണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം മറ്റ് സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ ആശങ്ക കൂടുതൽ വർദ്ധിക്കുകയാണ്. ഒന്നിലധികം പുലികളുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങളുടെ വിലയിരുത്തൽ. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം, അതായത് എപ്പോൾ പുലിയെ കണ്ടാലും തങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം വന്ന് പരിശോധന നടത്തുമ്പോഴേക്കും പുലിയെ കാണുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ജനങ്ങളൊക്കെ തന്നെ വലിയ ഭീതിയിലാണ്. ഈ കൂടുതൽ പുലിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ. കൂട് സ്ഥാപിച്ചിട്ടുണ്ട്, ആ കൂട്ടിലേക്ക് പുലിയെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ള ആ ഒരു ലക്ഷ്യം. ആ ഒരു ആടിനെ കെട്ടിയിട്ടാണ് ആ കൂട് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇരയെ തേടി പുലി എത്തുമോ എന്നുള്ളത് ഇനി ദിവസങ്ങളോളം അങ്ങനെ കാത്തിരിക്കുകയാണ് ജനങ്ങളെല്ലാം തന്നെ. ഈ ഒരു വന്യമൃഗ ശല്യം ഈ പ്രദേശത്ത് ഒന്നാകെ തന്നെ, അതായത് മുൻപൊക്കെ ഈ പത്തനാപുരം താലൂക്കിൽ 1-2 പഞ്ചായത്തുകളിൽ മാത്രമുണ്ടായിരുന്ന ഈ ഒരു ഭീതിയാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കുണ്ടംകുളം ഭാഗത്തായാലും ഈ മറ്റ് പിടവൂർ ഭാഗത്തായാലും കൂടൽമുക്കിലായാലും ഒക്കെ ജനങ്ങൾ ആകെ ഭീതിയിൽ തന്നെയാണ്. കാരണം ഓരോ ദിവസവും ഇങ്ങനെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുലിയെ കണ്ടെത്താനുമാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലെങ്കിലും പുലിയെ കെണിയിലാക്കുവാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് അവിടെയുള്ള ജനങ്ങളൊക്കെയും. കാരണം മനസ്സമാധാനമായി അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മനോജ്, മനസ്സിലാക്കുന്നത് പത്തനാപുരം എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് KB ഗണേഷ് കുമാറിൻ്റെ പേരാണ്. സ്വാഭാവികമായും മന്ത്രിയുടെ മണ്ഡല പരിധിയിൽ വരുന്ന ഒരിടമാകും. നാട്ടുകാർക്ക് മന്ത്രിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ മന്ത്രി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? ജനങ്ങളൊക്കെ തന്നെയും എല്ലായിടത്തും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടി എന്നുള്ള നിലയിൽ, അതായത് കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി. എന്തായാലും ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കൂട് സ്ഥാപിക്കലും ക്യാമറ സ്ഥാപിക്കലും ഒക്കെയായി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ശാശ്വതമായിട്ടൊരു പരിഹാരം ഇതുവരെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ജനങ്ങൾ എല്ലാ മന്ത്രിമാരോടായാലും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളോടായാലും ഇക്കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്, തങ്ങളുടെ ഭീതി പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇതുവരെയും ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ പുലിയെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ാണ് പത്തനാപുരത്തുകാർ. ഒന്നിലേറെ പുലികൾ ആ പരിസരത്തുണ്ട് എന്ന ആശങ്കയിലാണ് അവർ. അത് സ്വാഭാവികവുമാണ്. ക്യാമറയും കൂടുമൊക്കെ വെച്ച്, മാത്രമല്ല ജനവാസ മേഖലയിൽ കൂടി ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള സുരക്ഷ ഒരുക്കേണ്ട ഒരു കാര്യം കൂടി അവിടെ ഉണ്ടെന്ന്. അതായത് ഈ ഏതൊരു വന്യമൃഗം, ഇപ്പോൾ കാട്ടാനയെ മാറ്റി നിർത്തൂ, മറ്റ് കടുവ, പുലി തുടങ്ങിയ വന്യമൃഗങ്ങളൊക്കെ ഒരു പക്ഷേ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇരപിടിക്കാൻ പ്രയാസമുള്ളവയാകാം. അതായത് പല്ലിന് കേടുവന്ന് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ദുർബലരായ പുലികളോ കടുവകളോ ഒക്കെ അങ്ങനെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ അവർക്ക് അവരുടെ ടെറിട്ടറി നഷ്ടമാകുന്നത്. അങ്ങനെ വരുന്നവ ആരെ കണ്ടാലും എന്തിനെ കണ്ടാലും ആക്രമിക്കുന്ന സ്വഭാവമുള്ളവയായിരിക്കും, ഇര തേടി ഇറങ്ങുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെക്കാൾ ദുർബലരായവർ ആര് എന്ന് അവർ സ്വയം പഠിക്കുന്നുണ്ടാകും. അതാണ് അപകടം. ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്, പ്രായമേറിയവർ, അതൊക്കെ വലിയൊരു പ്രതിസന്ധിയാണ്. അതായത് പട്ടാപ്പകൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പേടിക്കുന്നവരുടെ നാടായി കേരളം മാറുന്നു. പത്തനാപുരത്ത് പുലിപ്പേടി. സംസ്ഥാനത്ത് 2ാമത്തെ കപ്പൽ നിർമ്മാണശാലയ്ക്ക് സ്ഥലം കണ്ടെത്തണമെന്ന കേന്ദ്രത്തിൻ്റെ കത്തിൽ ഒളിച്ചുകളി തുടർന്ന് സംസ്ഥാനം. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉറപ്പായ പദ്ധതിയോടാണ് സർക്കാരിൻ്റെ ഈ അലംഭാവം. പാലക്കാട്ടെ ബ്രൂവറിയെ ചേർത്ത് പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് BJP. വിവരങ്ങളുമായി S. ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, വെള്ളത്തിൽ ഓടുന്ന കപ്പൽ ഒരു സ്വപ്നമായി അവശേഷിക്കുമ്പോൾ അത് നിർമ്മിക്കാനുള്ള ശാല കണ്ടില്ലെന്ന് നടിക്കുന്നു. കേന്ദ്രത്തിൻ്റെ ആവശ്യം പരിഗണിക്കുന്നതേയില്ല. പക്ഷേ ബ്രൂവറി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിലപാട്, അതായത് CPMൻ്റെ നിലപാടാകുമല്ലോ സ്വാഭാവികമായും സർക്കാർ ഉയർത്തിപ്പിടിക്കുക. MV ഗോവിന്ദൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ബ്രൂവറി വേണമെന്ന്. പക്ഷെ മറുവശത്ത് നിർണായകമായ ഒരു പദ്ധതി, എത്രയോ പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു പദ്ധതി, അത് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ?
കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസമാണ് നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ച. ആ ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ബ്രൂവറി ഡിസ്റ്റിലറി അടക്കം സ്ഥാപിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തതിലും ചില വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും നൽകിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത്, വൻ വ്യവസായങ്ങൾ വരുമ്പോൾ സംസ്ഥാന സർക്കാർ അതിനോട് മുഖം തിരിക്കില്ല, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. ഇനിയും അത്തരത്തിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുമെന്നുള്ളതാണ് ഈ പാലക്കാട് ബ്രൂവറി ഡിസ്റ്റിലറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം. അതായത് ഒരു രീതിയിലും ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന രീതിയിലല്ല പ്രവർത്തനം എന്ന് സ്വയം സർക്കാർ ന്യായീകരിക്കുമ്പോഴും ഈ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സമാനമായിട്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിന് കത്തയച്ചത്. ഈ അമൃത് കാൽ വിഷൻ, മാരിടൈം അമൃത് കാൽ വിഷൻ 2047 അടിസ്ഥാനത്തിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു കപ്പൽശാല കൂടി നിർമ്മിക്കാനുള്ള നടപടിയിലേക്ക് കേന്ദ്രം കടക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടു കൂടിയാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയും ചെയ്തത്. പക്ഷേ 86 ലക്ഷം കോടി രൂപ അതിന് ചെലവ് വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത്രയും വലിയൊരു പദ്ധതിയോടാണ് സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുന്നത്. അടിയന്തരമായി തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഭൂമി കണ്ടെത്തണം, ഭൂമി കണ്ടെത്തൽ നടപടികൾ വേഗം തന്നെ പൂർത്തിയാക്കണമെന്ന രീതിയിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി കത്തയച്ചിട്ട് പോലും ആ കത്തിനൊരു മറുപടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളോ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ ഒരു കപ്പൽശാല വരുന്നതോടുകൂടി സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി ഒരുപാട് പേർക്ക് ജോലി ലഭ്യമാകും. ഒരുപക്ഷെ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം പൂവാറിലാണ് ഈ ഒരു പദ്ധതി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തോടൊപ്പം തന്നെ തലസ്ഥാനത്ത് ഈ ഒരു പദ്ധതി കൂടി വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കായിരിക്കും സംസ്ഥാനത്തിന്റെ തലസ്ഥാനം സാക്ഷിയാകുക എന്നുള്ളതാണ്. ആ ഒരു വലിയ പദ്ധതിയോടാണ് സംസ്ഥാന സർക്കാർ മാത്രമല്ല മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇത്തരത്തിലൊരു വിമുഖത കാട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം രണ്ട് കാര്യങ്ങളിൽ രണ്ട് രീതിയിലുള്ള ഇരട്ടത്താപ്പ് അതാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ബ്രൂവറി ഡിസ്റ്റിലറി എന്നുള്ളതാണ്. അത് ചില ന്യായീകരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പ്രത്യേകമായി ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ച രമേശ് ചെന്നിത്തലയും വി ഡി സതീശൻ അടക്കമുള്ളവർ പറഞ്ഞത് ഒയാസിസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുമായി കരാർ ഒപ്പിട്ടത് ഒരു രീതിയിലുമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്, ടെൻഡർ വിളിക്കാതെയാണ്. അത്തരത്തിൽ ടെൻഡർ വിളിക്കാതെ ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. പല സംസ്ഥാനങ്ങളിലും കരിമ്പട്ടികയിൽ പെട്ടൊരു കമ്പനിയാണ്. മദ്യദുരന്തം അടക്കം ഉണ്ടാക്കിയിട്ടുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് പ്രതിപക്ഷം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് വലിയ രീതിയിലുള്ള അഴിമതി, അതായത് സാമ്പത്തിക അഴിമതിയും ക്രമക്കേടും ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന് ഇത്തരത്തിലൊരു ഇഷ്ടം ഈ കമ്പനിയോട് എന്നുള്ളൊരു വിമർശനം സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. എന്നാലും സമാനമായി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു പദ്ധതി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അഴിമതി നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രമക്കേട് നടത്താൻ കഴിയില്ല. സാമ്പത്തികമായിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ അഴിമതികളോ ക്രമക്കേടുകളോ ക്രമവിരുദ്ധമായി ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ കപ്പൽശാലയോട് മാത്രം സർക്കാരിന് ഇത്തരത്തിലൊരു വിമുഖത എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് BJP കൂടി കടക്കാൻ പോവുകയാണ്. കാരണം തൊഴിലവസരങ്ങളെയും ഒപ്പം തന്നെ വമ്പൻ പദ്ധതികളെയും കേരളത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അത്തരം പദ്ധതികൾ വന്നാൽ അത് നടപ്പിലാക്കുമെന്ന് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി ജനങ്ങളോട് പറയുന്നു, മറുഭാഗത്ത് പദ്ധതിയെ വെല്ലുവിളിക്കുന്ന സമീപനം സർക്കാർ തന്നെ സ്വീകരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധ സമരങ്ങൾ അടക്കം ആരംഭിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ അടക്കം ഈ വിഷയത്തിൽ സമീപിക്കാനും BJP ഒരുങ്ങുന്നുണ്ട്. കൃഷ്ണരാജ്, അതായത് സർക്കാരിന് ചെയ്യാനാകാത്തത് BJP ഓർമ്മിപ്പിക്കുന്നു, BJP കേന്ദ്ര സർക്കാരിനെ മുന്നിലെത്തിക്കുന്നു, അങ്ങനെയെങ്കിലും നിങ്ങളതൊന്ന് ചെയ്യൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ്. കാരണം 80 ലക്ഷം കോടി രൂപ എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു തുകയല്ല. കാരണം അത്രയും വലിയൊരു സംരംഭമാണ് കേരളത്തിലേക്ക് വരാൻ ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം തന്നെ മുൻകൈ എടുത്ത് അത് നടപ്പിലാക്കണം, അത് കേരളത്തിന് തന്നെ വേണം എന്നൊരു അവകാശം പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണ്, കാര്യമായ വികസന പദ്ധതികളോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ ഒന്നും തരുന്നില്ല, നൽകുന്നില്ല എന്നുള്ളത്. പക്ഷേ അവിടെയാണ് ഇത്തരത്തിൽ ഇത്രയധികം കോടി രൂപ ചെലവഴിച്ച ഒരു പദ്ധതി കേരളത്തിന്
നൽകുമ്പോൾ ആ നൽകുന്ന പദ്ധതിയോട് കേരളം തന്നെ വിമുഖത കാട്ടുന്നു, സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ വിമുഖത കാട്ടുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കത്തയച്ചിട്ട് ഏകദേശം 6 മാസത്തോളമായി. കാരണം ഈ ഭൂമി എവിടെയാണ് ഏറ്റെടുക്കുന്നത്, ആ ഭൂമി ഏറ്റെടുക്കൽ അടിയന്തരമായി പൂർത്തീകരിച്ചുകൊണ്ട് നഷ്ടപരിഹാരം അടക്കം നൽകി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കുക. പിന്നീടാണ് മറ്റ് നടപടികളിലേക്ക് കേന്ദ്രം കടക്കുക. സംസ്ഥാന സർക്കാരിന്റെ സഹകരണം ഉണ്ടെങ്കിൽ പോലും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് കേന്ദ്രമാണ്. അതിന് കേന്ദ്രം മുന്നിട്ടിറങ്ങുമ്പോഴാണ് കേരളം അതിനോട് വിമുഖത കാട്ടുന്നത്. അത് സംസ്ഥാന സർക്കാരിനെ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ കൂടി ധരിപ്പിക്കാനാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അത്തരത്തിലുള്ള ചില സൂചനകൾ കൂടിയാണ് നൽകിയിട്ടുള്ളത്. കാരണം ഒരു വമ്പൻ പദ്ധതിയാണ്, ഒരു കേരളത്തിന്റെ വികസന മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന ഒരു കപ്പൽശാല. അത് കേരളത്തിൽ കപ്പൽശാല മാത്രമല്ല, അതിന്റെ അറ്റകുറ്റപ്പണികൾ അടക്കം നടത്താനുള്ള കപ്പൽ നിർമ്മാണശാല കൂടിയാണ് കേരളത്തിലേക്ക് വരാൻ ഒരുങ്ങുന്നത്. പക്ഷേ കേരളത്തിന്റെ അഭാവം കൊണ്ടും ഒപ്പം തന്നെ കേരളത്തിന്റെ അലംഭാവം കൊണ്ടും ആ ഒരു പദ്ധതി മറ്റ് സംസ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി BJP നൽകുന്നുണ്ട്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് BJP. അതേസമയം തന്നെ സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് ഇത്രയധികം തൊഴിലവസരങ്ങൾ അടക്കം പ്രതീക്ഷിക്കുന്ന ഒരു വമ്പൻ പദ്ധതിയോടാണ് ഒരു ഭാഗത്ത് സർക്കാർ വിമുഖത കാട്ടുന്നു, മറുഭാഗത്ത് അഴിമതി നടത്താൻ പാലക്കാട്ടെ ബ്രൂവറി മതി, തിരുവനന്തപുരത്ത് വരേണ്ട കപ്പൽ നിർമ്മാണശാല വേണ്ട. പക്ഷേ BJP ചില ഓർമ്മപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. വീണ്ടും നമുക്ക് പാലക്കാടേക്ക് എത്തേണ്ടതുണ്ട്. പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണമുണ്ടായി. കൃഷിസ്ഥലത്തിറങ്ങിയ ആളെയാണ് കാട്ടാന ചവിട്ടിയത്. പരിക്കേറ്റ വാളയാർ സ്വദേശി വിജയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺ ആലത്തൂർ അവിടെ എത്തിയിട്ടുണ്ട്. അരുൺ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പാലക്കാട് മലപ്പുറം ഭാഗങ്ങളിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വാളയാറിൽ കാട്ടാന ആക്രമണം ഉണ്ടായത്. അവിടെയുള്ള പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? ഇപ്പോഴും അവർ ഭീതിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ ഭീതിയിൽ തന്നെയാണ് പ്രദേശവാസികൾ ഉള്ളത്. വാളയാർ വാദ്യാർ ചള്ള ഭാഗത്താണ് ഇന്ന് പുലർച്ചെ കാട്ടാന എത്തിയത്. എൻ്റെ ഇടതുവശത്തായിട്ട് നമുക്ക് ആ കാട്ടാന എത്രമാത്രം ഭീതിയാണ് ഇവിടെ പരത്തിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. കൃഷിസ്ഥലത്തെ വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചിരിക്കുകയാണ്. ഈ നെല്ലിൻ്റെ വയലിൻ്റെ ചേർന്നുള്ള തിട്ട് വരെ ഇടിച്ച് അങ്ങനെ വലിയ രീതിയിൽ കൃഷി നശിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് ഒരു കർഷകനായ വ്യക്തിക്ക് പരിക്കേറ്റിരിക്കുന്നത്, കാട്ടാനയുടെ ആക്രമണത്തിൽ ചവിട്ടേറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. രത്നം എന്ന വാദ്യാർ ചള്ള സ്വദേശിയായ രത്നത്തിൻ്റെ മകൻ വിജയനാണ് പരിക്കേറ്റത്. രത്നവും വിജയനും ഒരുമിച്ചായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രത്നം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഇതിന് ആന വന്നിട്ട് ആട്ടിവിട്ടു. ഇതുമാതിരി ആന തെച്ച് മുടിച്ച് മകനെ ഇതാക്കിയത് അതിന് നടന്നത്. പിന്നെ വന്ന് നേരത്തെയൊക്കെ ആട്ടിവിട്ടത് ഗാർഡുമാർ വന്നിട്ടൊക്കെ ആട്ടിവിട്ടതാണ്. വല്ല കൂട്ടമാണ്. ആന കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാണ്. ഈ അരുണാലത്തു ദയവായി ക്ഷമിക്കണം, കാരണം നമുക്ക് അരുണിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ വയനാട്ടിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ വെറ്റിനറി ടീം മാത്രം ഒരു സെർച്ചിങ്ങിന് പോകും. മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെ നമ്മൾ ഒരു കംപ്ലീറ്റ് കോമ്പിംഗ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ആൾക്കാരും CCFും മറ്റുള്ള എല്ലാ ആളുകളും ഇവിടെ മാനന്തവാടി തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും വെറ്റിനറി ടീമും എല്ലാം റെഡിയാണ്. ടീം റെഡിയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കോമ്പ് ചെയ്യാനും ആളുകളെ ഇതാക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മളുള്ളത്. പിന്നെ പിന്നെയുള്ള കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസൻസ് ഇവിടെ തന്നെയുണ്ട്. നമ്മളെ ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ പ്രസൻസ് ഉണ്ട്. അതിനുശേഷം ഡാറ്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുശേഷം നോക്കിയിട്ട് പിടിക്കാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിങ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നില്ല. അത് ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ A to Z സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ തന്നെ നിലനിർത്താനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ 4 ഭാഗത്ത് നമ്മൾ ആളുകളുമൊക്കെ ഇന്നും ഫുൾ ടൈം പെട്രോളിങ് ഇന്നും നാളെയും എല്ലാ ദിവസങ്ങളും നമ്മളിത് കേജ് ചെയ്യുന്നത് വരെയുള്ള പെട്രോളിങ് നടന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഡ്രോണ് നമ്മൾ ഏകദേശം 38 ക്യാമറകൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ന് 6 ലൈവ് സ്ട്രീം ക്യാമറകളും കൂടെ വെക്കുന്നുണ്ട്. അതുകൂടാതെ പെട്രോളിംഗ് ടീം രണ്ട് RRT ടീമുകൾ എത്തുന്നുണ്ട്. മറ്റ് ഡിവിഷനുകളിലെ സ്റ്റാഫും വൈൽഡ് ലൈഫും അതേപോലെ തന്നെ സൗത്ത് വയനാട് അവിടെയൊക്കെയുള്ള എല്ലാ സ്റ്റാഫും ഇവിടെ നമ്മൾ കോമ്പിങ്ങിനായിട്ട് ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്.
ഇനി നമ്മളെ കമാൻഡിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യും. അതിൻ്റെക്കാൾ ഉപരി നമ്മളിന്ന് ബോഡീൻ്റെ അവിടെയുള്ള അവർ കൊണ്ടുവരുന്നൊരു ശവസംസ്കാര ചടങ്ങും കൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അവിടേക്കും ആൾക്കാർ പോകാനുള്ളതെല്ലാം കൊണ്ട് ഇന്നലെ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ട് കാര്യങ്ങൾ നമ്മളെ കൺട്രോളിൽ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കടുവയുടെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് വേണ്ടത്. അതിനുള്ള പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെർമൽ ഡ്രോൺ ഇന്നലെയും തെർമൽ ഡ്രോൺ ഉണ്ട്, ഇന്നും തെർമൽ ഡ്രോൺ ഉണ്ട്. ഇന്നും 2 നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നിലവിലുള്ള ക്യാമറയിൽ നമ്മൾ ഇപ്പം നോക്കുന്നില്ല. കാര്യം കൂടുതൽ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതിയിട്ട് ഒരു 8 പ്രശ്നം ഇതിന്റെ തെർമൽ ഡ്രോണിന്റെ ശബ്ദം കാരണം ഇത് ഉള്ളിലേക്ക് വലിയാനും അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കേജിംഗ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തീർക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രിയും കൂടെ നമുക്ക് അറിയുള്ളൂ. ഇന്ന് നമ്മളെ പ്രൈമറി സെർച്ചിങ്ങിൽ നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ ഇതിന്റെ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. സംഭവം നടന്നിട്ടുണ്ട്. ഇനിയുള്ള ഒന്നുകൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് നമ്മൾ അപ്പുറത്ത് വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. അരുൺ സാർ എത്തുന്നതോട് കൂടിയിട്ട് നമ്മൾ കൂടുതൽ ഡിസിഷനിലേക്ക് പോകും. കുങ്കിയാനകളും കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഉണ്ടാവും. പക്ഷേ കുങ്കിയാനകൾ നമ്മൾ ഡാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ളൊരു ടെറൈൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഓടക്കാടുകളുണ്ട് കുറേ. ഈ ഭാഗത്താണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് സൈറ്റിംഗ് കിട്ടാത്തത്. അത് നമുക്ക് അതെല്ലാം നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഈ ചിറക്കരയിൽ ഇറങ്ങിയ കടുവയാണോ എന്നുള്ളൊരു സംശയം ഇന്നലെ DFO പറഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് അല്ല ഈ പഗ്മാർക്ക് നോക്കിയാൽ നമുക്ക് ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് മെയിൽ ഓർ ഫീമെയിൽ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ ഈ കറക്റ്റ് ഇമേജ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഏതാണ് നമ്മൾ ഡാറ്റാ ബേസിലുള്ളതാണോ. ഇനി അല്ലെങ്കിൽ നമ്മൾ NTCAക്ക് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് കൺഫേം ചെയ്യാണ് ചെയ്യാറുള്ളത്. ടീം കംപ്ലീറ്റ് റെഡിയാണ്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെയുള്ള ഒരു വളരെ ദ്രുതഗതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഇവിടെ നടത്തുന്നില്ല. കാരണം ബിറ്റാണ്. അവിടുന്ന് അടുത്ത ബിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ അവിടെയും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി ബേസ് ക്യാമ്പ് നമ്മൾ ഇവിടെ ടി എസ്റ്റേറ്റിൽ നമ്മളെ പ്രിയദർശന ടി എസ്റ്റേറ്റിൽ ചെയ്തിട്ടുണ്ട്. നിലനിർത്തിയിട്ട് ചെയ്യാന്നുള്ളതാണ്. ശരി. ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു വരുന്നത് ദ്രുതഗതിയിൽ ചെയ്തു തീർക്കേണ്ട ഒരു ഓപ്പറേഷൻ അല്ല ഇത്. കൃത്യമായി സിസ്റ്റമാറ്റിക്കായി തന്നെ ചെയ്യണം. അരുൺ സഖറിയ കൂടി വരുന്നതോടെ കൂടുതൽ കാര്യക്ഷമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷയുണ്ട്. എന്തായാലും ഞങ്ങൾ പൂർണ്ണ സജ്ജമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണം നടന്ന സ്ഥലത്ത് അരുൺ ആലത്തൂർ ഉണ്ട്. അരുൺ, അവിടെയുള്ള പ്രദേശവാസികളുമായി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം അവരെല്ലാം ദേവിക, അത് പ്രദേശവാസി മാത്രമല്ല, എനിക്ക് എൻ്റെ ഒരു സംശയമാണ്. ഈ പരുക്കേറ്റ വിജയനൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അതൊന്ന് കൃത്യമായി പറയാമോ അരുൺ? പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണം. കൃഷിസ്ഥലത്തിറങ്ങിയ ആളെയാണ് കാട്ടാന ചവിട്ടിയത്. അരുണിലേക്ക്. അരുൺ പറയൂ. ഇത് ആന 4 മണിക്ക് ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ നിന്ന് നോക്കുമ്പോൾ ബാറ്ററി അടിച്ച് നോക്കുമ്പോൾ ആന ഇവിടെ നിന്നു. ഞങ്ങൾ രണ്ടാളും കൂടി വന്ന് മുടുക്കി വിട്ടിട്ട് തിരിച്ച് വന്നു. തിരിച്ച് ആന ഞങ്ങളെ മുടുക്കിയിട്ട് വന്നിട്ടാണ് മകൻ വീണത്. സ്ഥിരമായിട്ട് ഇങ്ങനെ കാട്ടാൻ വരുന്നുണ്ട്, സ്ഥിരമായിട്ട് വരുന്നുണ്ട്. കൃഷി നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് ഓടി വന്നതാണ്? ഞങ്ങളിത് പറഞ്ഞ് ദിവസം വരുന്നെങ്കിൽ അവിടെ നിന്ന് ദിവസം ഉറക്കമില്ലാണ്ട് മിച്ച് നോക്കുക തന്നെ. ബാറ്ററി അടിച്ച് നോക്കും, ഇറങ്ങിയാൽ വരും, ഇല്ലെങ്കിൽ പോകും. ചുള്ളിമടയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയില്ല അതേ ആന തന്നെ അവിടെ ഇറങ്ങും, ഇവിടെ വരും, ഇവിടെ ഇറങ്ങും, അവിടെ പോകും. ഇതേ ഒരേ ആന തന്നെ. ഈ ഒരു 10-15 എണ്ണം ഉണ്ട് ഒരു കൂട്ടം. അവർ വാച്ചർമാർ വിളിച്ചാൽ വരും, വന്ന് പടക്കം വയ്ക്കും, പോകും. പിന്നെ ഇന്നലെ ഇവിടെ വെച്ചിട്ട് അവിടെ ഇറങ്ങി പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പറഞ്ഞ് പോയവരാണ്. ചുള്ളിമട. നെല്ല് കതിരായിട്ടുണ്ട്. കതിരായപ്പോൾ തിന്നാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പോഴാണ് തിന്നാൻ നല്ല പാകം. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞാൽ കൊയ്യും. ഇതന്നെ നടക്കണം. വലിയ രീതിയിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം. ഇതെല്ലാം ഇത് തന്നെ ഇപ്പോൾ നോക്കിയാൽ കാണില്ല. ഇപ്പോൾ നഷ്ടം, ഇതന്നെ നഷ്ടം. എന്താണ് നിങ്ങൾ ഈ പ്രദേശത്ത് തന്നെ നിങ്ങൾക്കും കൃഷിയൊക്കെ ഉള്ളതാണ്? എനിക്ക് കൃഷിയുണ്ട്. വിജയൻ്റെ തൊട്ട അയൽവാസിയാണ്.
മറ്റേ മാസക്കണക്കായി വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഒരു 7 തെങ്ങും തൊട്ട ഒരു 250 വാള എല്ലാം പോയി. ഇപ്പോൾ ഒരു മാസമായിട്ട് കൂടുതലാണ്. ഇവിടെ ചുള്ളിമുട വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സ്ഥലങ്ങളൊക്കെ പോയപ്പോൾ കുറച്ച് വീടുകളേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് വീട് പറഞ്ഞാൽ കുറച്ച് വീടേ ഉള്ളൂ. നെൽകൃഷി കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ശല്യം. മറ്റേ എന്താ പറയുക, സർക്കാർ എന്തെങ്കിലും വേറെ വഴി, നല്ല വഴി കണ്ടെത്തണം. കൃഷി പോകുന്ന ഒരു വശത്ത്, മറ്റൊരു വശത്ത് ജീവന് തന്നെ ആ ഒരു ആശങ്കയാണ്. കൃഷി പോയാലും പോയപ്പെട്ട ആൾക്കാരിപ്പോൾ മരണപ്പെട്ട എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കുട്ടിയും മക്കളെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് ചമ്പി ആൾ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? പറയും, നമ്മൾ എന്ത് പൈസ കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. ജീവൻ പോയിട്ട് പിന്നെ കാര്യമില്ലല്ലോ. പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇതിന് നല്ല വഴി കണ്ടെത്തണം. വിജയന് മറ്റേ മക്കളൊക്കെ ഉള്ള 2 മക്കൾ, ഒരു പെണ്ണ് ഒരു ആണുണ്ട്. എങ്ങനെയുണ്ട് ആശുപത്രിയിൽ നിന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ എന്താണ്? ഇപ്പോൾ വിളിച്ചില്ല. അപ്പളേ പോയിട്ട് ഇവിടെ പാലക്കാട് പോയിട്ട് അവിടെ ഇരുന്ന് ട്യൂബിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞു. ഈ തുമ്പിക്കൈ കൊണ്ട് തട്ടിയതാണ്, മുട്ടിച്ചിട്ട് വന്ന് തട്ടിയതാണ്. ഈ മറ്റേ വനം വകുപ്പിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പറയുന്നില്ലേ? അവരെന്താ ചെയ്യുന്നത്? അവർ വന്ന് ആട്ടി വിട്ടിട്ട് പോയത് തന്നെ. എന്നാൽ ഞങ്ങൾ 4 മണിക്ക് വരുമ്പോൾ നാണും അച്ഛനും മകനും തന്നെ ഉള്ളൂ. അവർ വേറെ സ്ഥലത്ത് ആന ഇറങ്ങി പറഞ്ഞ് പോയി. 3 ഇറങ്ങി നിൽക്കണം. ഞാൻ ബാറ്ററി അടിച്ചിട്ട് വരുമ്പോൾ പോയിട്ട് അവിടെ നിൽಕೊಂಡು വന്നിട്ട് ആന തിരിച്ചു മുടിച്ചതാണ്. അവരെപ്പോഴും വന്ന് ഈ കാട് കയറ്റി വിടുന്നത് പിന്നെയും ഇറങ്ങി വരികയാണ്. പിന്നെയും ഇറങ്ങി വരികയാണ്. കാട് കയറ്റി വിടും, പിന്നെയും ഇറങ്ങി വരും. ഇത് തന്നെ നടക്കണം. തടയാനൊരു കൃത്യമായ പരിഹാരം വേണമെന്നാണ്. ഞങ്ങൾ കൃത്യമായിട്ട് പരിഹാരം വേണം. അതുതന്നെയാണ്. ഏതായാലും ഈ കാട്ടാനകളെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട് കയറ്റി വിടുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും ജനവാസ മേഖലയിലൊക്കെ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചുള്ളിമടയിൽ ഇറങ്ങിയ അതേ ആന തന്നെയാണിത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഈ ആന ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. കൊറോണ രോഗ ലക്ഷണങ്ങളോടെ പകർച്ചപ്പനി പടരുന്നു. കൊറോണയുടെ സമാന ലക്ഷണങ്ങൾ പ്രകടമായിട്ടും പരിശോധന നടത്താതെ ആരോഗ്യവകുപ്പ്. കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടും പരിശോധന നടത്താത്തത് അപകടമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് പകർച്ചപ്പനി ഉണ്ട്. പക്ഷേ ഈ പകർച്ചപ്പനിയുമായി ആശുപത്രികളിലേക്ക് എത്തുന്നവർക്ക് കൊറോണ രോഗ ലക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതേ ദേവിക, സംസ്ഥാനത്ത് ഈ പകർച്ചപ്പനി കുറയാതെ തുടരുന്നുണ്ട്. ദിവസവും 10,000-ലധികം പേരാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടി എത്തുന്നത്. അത് സ്വകാര്യ ആശുപത്രികളിലെ കണക്ക് കൂടി എടുക്കുമ്പോൾ അത് വീണ്ടും ഉയരും. മരണനിരക്കിലും വലിയ വർധനവാണ് നിലവിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലമായാലും കാലാവസ്ഥ മാറിയാലും ആ ഒരു പകർച്ചപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ കുറവില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത്, കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും അടക്കം ചികിത്സ തേടിയെത്തുന്ന രോഗികളിൽ കോവിഡിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അതായത് കടുത്ത ത്രോട്ട് ഇൻഫെക്ഷനാണ് കൂടുതലായിട്ടും ഈ രോഗികളിൽ പ്രകടമാകുന്നത്. അതോടൊപ്പം തന്നെ രുചിയും മണവും ഒന്നും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, തലവേദന തുടങ്ങി ഈ ലക്ഷണങ്ങൾ തന്നെയാണ് കോവിഡിനും ഉണ്ടായിരുന്നത്. അതിന് സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് നിലവിൽ എല്ലാ രോഗികളിലും ഒരുപോലെ തന്നെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കൂടുതലും ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഏതാണ്ട് 6,000-ഓളം പേരാണ് ഈ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടി എത്തിയത്. ആരോഗ്യ വകുപ്പിന്റെ കണക്കാണ്. അപ്പോൾ ഈ അവിടെയുള്ള സർക്കാർ ഡോക്ടർമാർ തന്നെയാണ് വ്യക്തമാക്കുന്നത് ഈ രോഗലക്ഷണങ്ങളിൽ വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. ചിലർക്ക് ഒരു ഘട്ടത്തിൽ ശരീരത്ത് അലർജി പോലുള്ള ലക്ഷണങ്ങളോടുകൂടിയായിരുന്നു ഈ പനി വന്നിരുന്നത്. അതും ഒരു ഇടവേളയ്ക്ക് ശേഷം പനി ബാധിച്ചവരിൽ വീണ്ടും അതേ ആൾക്ക് തന്നെ പനി വരുന്ന ലക്ഷണങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് മാറിയാണ് ഈ കോവിഡിന്റെ സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഈ വാക്സിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ പോലും ഇതേ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഒരുപാട് പേരിൽ ഒരേ സമയം ഒരു പ്രത്യേക സമയത്ത് രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ പരിശോധന നിർബന്ധമായും നടത്തണം എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷെ ആ പരിശോധന നിലവിൽ നടത്താനുള്ള ഒരു നിർദ്ദേശവും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെ ഈ സാഹചര്യം വളരെ അപകടകരമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ മരണനിരക്കിലും പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിലും ചെറിയൊരു വർധനവ് നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന കർശനമായി നടത്തണം. അതോടൊപ്പം തന്നെ മറ്റ് രോഗലക്ഷണങ്ങളുമായി എത്തുന്ന പരിബാധിതരിൽ ബ്ലഡ് സാമ്പിൾ എടുത്ത് പരിശോധന കൃത്യമായി നടത്തണം എന്നുള്ളതും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദേവിക, ശരി. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നത്. മരണസംഖ്യ ഏറ്റവും കൂടുതൽ കേരളത്തിലായിരുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം. ആരോഗ്യവകുപ്പ് ഇതൊക്കെ കോവിഡ് വന്നു പോകും എന്ന് പറഞ്ഞ് അങ്ങ്
ഒഴിവാക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക. രശ്മി തുടരുക, മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഡോക്ടർമാരടക്കമുള്ള പൊതുജനാരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ രൂക്ഷമായ കുറവെന്ന് കണക്കുകൾ. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിവിധ തസ്തികയിലായുള്ളത് 8000-ഓളം ഒഴിവുകളാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ 200-ഓളം ഒഴിവുകളും നികത്തിയിട്ടില്ല. രശ്മി കാർത്തിക വീണ്ടും ചേരും. രശ്മി, കഴിഞ്ഞ ദിവസം CAG റിപ്പോർട്ടിൽ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നാണ് ഓർമ്മ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ തീരെയില്ല, ആരോഗ്യ പ്രവർത്തകർ തീരെയില്ല. ഇപ്പോൾ ഈ കണക്കുകളും വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്, അല്ലേ? തീർച്ചയായും CAG ഇത് കണ്ടെത്തിയിരുന്നു. CAGയുടെ ഓഡിറ്റിൽ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് വളരെ രൂക്ഷമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, നഴ്സിംഗ് എൻട്രി കേഡർ നഴ്സുമാർ, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒഴിവ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ സർക്കാർ ആശുപത്രിയിൽ അടങ്ങ് 8000-ഓളം ഒഴിവുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഏതാണ്ട് 200-ഓളം ഒഴിവുകൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒഴിവുകൾ നേരത്തെ തന്നെ പലതവണ ജനം TV അടക്കം ഈ ഡോക്ടർമാരുടെ ഒഴിവ് സംബന്ധിച്ചുള്ള കണക്കുകൾ സഹിതം പുറത്തുവിട്ടിരുന്നതാണ്. CAG റിപ്പോർട്ടിലും അത് ശരിവെക്കുന്നു. പക്ഷേ ഈ അതിരൂക്ഷമായിട്ടുള്ള ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല, ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. CAGയുടെ റിപ്പോർട്ട് വന്നിട്ടും അതിലൊരു ഇടപെടലൊന്നും തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഈ രോഗികളുടെ എണ്ണം, സർക്കാർ ആശുപത്രി ഉൾപ്പെടെ ചികിത്സ തേടി എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഏതാണ്ട് 3 ഇരട്ടിയിലധികം വർധനവാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. അതിന് ആനുപാതികമായിട്ടുള്ള ഡോക്ടർമാരില്ല. തിരുവനന്തപുരം ഈ മെഡിക്കൽ കോളേജിലൊക്കെ അവസ്ഥ, ഈ രോഗികൾ എത്തിയതിനു ശേഷം അവർ മണിക്കൂറോളം ചികിത്സയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അവരെ പരിചരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരോ നഴ്സുമാരോ അസിസ്റ്റന്റുമാരോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ NHM അല്ലെങ്കിൽ കാരുണ്യ മിഷൻ വഴിയൊക്കെ തന്നെ താൽക്കാലിക നിയമനം നടത്തി അത് പരിഹരിച്ചു പോവുക, അല്ലെങ്കിൽ ജൂനിയർ റെസിഡന്റുമാർ, സീനിയർ റെസിഡന്റുമാർ, അവരെയൊക്കെ വെച്ചുകൊണ്ട് ആ താൽക്കാലികമായ ഒരു പ്രശ്നം പരിഹരിച്ചു പോവുകയാണ് നിലവിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒഴിവുകളൊക്കെ തന്നെ അടിയന്തരമായി നികത്തേണ്ടതുണ്ട്. കാരണം രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. അതിന് ആനുപാതികമായി ഈ ആരോഗ്യ പ്രവർത്തകരുടെ കുറവും നികത്തിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇങ്ങനെ പകർച്ചപ്പനി ഒരു വശത്ത് അത് പരിഗണിക്കാതെ ആരോഗ്യവകുപ്പ് അപ്പോഴും ഡോക്ടർമാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവ്, ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ കുറവ്. ആരോഗ്യ കേരളം നമ്പർ 1 എന്നത് വാക്കുകളിൽ മാത്രമാണ്, പ്രവൃത്തിയിൽ ഒട്ടും കാണാനില്ല. നോക്കാം പ്രധാന വാർത്തകൾ. കൊലകൊല്ലിക്കടുവയെ കാണാനില്ല, ഉറക്കമൊഴിഞ്ഞു വയനാട്. പഞ്ചാരക്കൊല്ലിയിൽ തെരച്ചിൽ ഊർജിതം. കുങ്കിയാനകൾ ഇന്നെത്തും. കടുവ കൊന്ന രാധയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ലക്കിടിയിലും ജനവാസ മേഖലയിൽ കടുവ. കാടിറങ്ങുന്ന ഭീതിക്ക് അവസാനമില്ല. പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണം. കൃഷിസ്ഥലത്ത് നിന്ന് യുവാവിനെ ചവിട്ടി. കാലിനും ഇടുപ്പിനും പരുക്കേറ്റ വാദ്യാർ ചള്ള സ്വദേശി വിജയൻ ആശുപത്രിയിൽ. എലപ്പുള്ളിയിൽ കടിച്ചു തൂങ്ങുന്നവർ മേനോൻ പാറയിലേക്ക് നോക്കുക. കാട് കയറി 6 കിലോമീറ്റർ അപ്പുറത്തെ മലബാർ ഡിസ്റ്റിലറി. ബോട്ട്ലിംഗ് യൂണിറ്റിന് വെള്ളം കിട്ടാനില്ല. അടച്ചിടും മുൻപേ റേഷൻ കടകൾ കാലി. സമരം തുടർന്ന് വാതിൽപ്പടി വിതരണക്കാർ. 25 ദിവസമായി ഉൽപ്പന്നം എത്തിക്കുന്നില്ല. സംസ്ഥാനത്ത് 90% കടകളിലും സ്റ്റോക്കില്ല. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് കോവിഡ് ലക്ഷണങ്ങളോടെ പനി പടരുന്നു. കേന്ദ്ര മുന്നറിയിപ്പിലും ഉണരാതെ ആരോഗ്യവകുപ്പ്. ഡോക്ടർമാരുടെ എണ്ണത്തിൽ വൻ കുറവ്. നിലവിൽ 8000-ഓളം ഒഴിവുകളെന്ന് കണക്കുകൾ. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലേക്ക് ഭാരതം. ഡൽഹിയിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. കനത്ത സുരക്ഷയിൽ രാജ്യ തലസ്ഥാനം. കൂടുതൽ ബന്ദികളെ കൂടി മോചിപ്പിക്കാൻ ഹമാസ്. ഇസ്രായേൽ സൈനികരായ 4 വനിതകളുടെ വിവരം പുറത്തുവിട്ടു. 2ാം ഘട്ട ചർച്ചയിൽ വെടിനിർത്തൽ കാലാവധി നീട്ടിയേക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം T20 ഇന്ന്. മത്സരം ചെന്നൈയിൽ രാത്രി 7 മുതൽ. വിജയം തുടരാൻ ഇന്ത്യ. മുഹമ്മദ് ഷമി കളിച്ചേക്കും. സഞ്ജുവിന്റെ തകർപ്പനടി കാത്ത് ആരാധകർ.
മഹാകുംഭ നഗരിയിലേക്ക് എത്തേണ്ടതുണ്ട്. സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. മഹാകുംഭമേളയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നു. ഇതുവരെ സ്നാനത്തിന് വേണ്ടി എത്തിയത് 10 കോടിയിലധികം തീർത്ഥാടകരാണ്. VIP സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. പ്രയാഗ്രാജിൽ നിന്ന് നിഖിൽ കുമാറിന്റെ റിപ്പോർട്ട്. ഇവിടേക്ക് ആ ഒരു തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തുടരുന്നുണ്ട്. കാരണം ഇനി വരാനിരിക്കുന്ന ദിവസം 29-ാം തീയതിയാണ് പ്രധാനപ്പെട്ട സ്നാനത്തിനുള്ള തീയതി. പ്രധാനപ്പെട്ട 2 എണ്ണം, അതായത് 13-നും 14-നും പ്രധാനപ്പെട്ട 2 സ്നാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയുള്ളത് ശേഷിക്കുന്ന 4 എണ്ണം കൂടിയാണ്. അതിലൊന്ന് നടക്കാനിരിക്കുന്നത് ഈ ഒരു 29-ാം തീയതിയാണ്. അതിന് മുന്നോടിയായി തന്നെ ഈ ഒരു തീർത്ഥാടകരുടെ, ഇവിടേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ ഒഴുക്ക് അത് ക്രമാതീതമായി കൂടുന്നുണ്ട്. തീർത്ഥാടകർ നിരവധിയായി ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം തന്നെ മറ്റു കാര്യം, ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ അറിയാൻ സാധിക്കും, കിലോമീറ്ററുകളോളം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സ്നാനത്തിന് വേണ്ടി എത്തുന്ന ആളുകൾ ഇങ്ങനെ കിലോമീറ്ററുകളോളം ഇവിടെ തുടങ്ങി സെക്ടർ നമ്പർ 24 ആണ്. ഇവിടെ തുടങ്ങി നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുകയാണ് എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു സ്നാനത്തിലെത്തുന്ന ആ ഒരു തീർത്ഥാടകർ അതിങ്ങനെ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച. ഈ ഒരു സ്നാനത്തിന് വേണ്ടി ആളുകൾ ഇറങ്ങുന്നത് ഇങ്ങനെ കിടക്കുകയാണ്. വലിയ തിരക്ക് തന്നെ, നേരത്തെ പറഞ്ഞ പോലെ വലിയ തിരക്ക് തന്നെ. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരു ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിരുന്നു. ഈ ഒരു കണക്ക് പ്രകാരം ഇവിടേക്ക് സ്നാനത്തിന് വേണ്ടി കഴിഞ്ഞ ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ ഈ തുടങ്ങി ഇന്നലെ വരെയുള്ള കണക്ക് അനുസരിച്ചാണെങ്കിൽ 10 കോടിക്ക് മുകളിൽ തീർത്ഥാടകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സെക്ടർ നമ്പർ 24-ലാണ്. ഇവിടെയാണ് അല്പമെങ്കിലും തിരക്ക് കുറവുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന തോറും തിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തീർത്ഥാടകരുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ ഉണ്ട്. ഒപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ ഇനി വരാനിരിക്കുന്ന ദിവസം ഇവിടേക്ക് എത്താനുണ്ട്. കാരണം അമിത്ഷാ 27-നെത്തും. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വരുന്ന 5-ാം തീയതി ഇവിടെ എത്തുന്നുണ്ട്. തൊട്ടു പിന്നാലെ 10-ാം തീയതി രാഷ്ട്രപതി എത്തുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മുന്നോടിയായി സുരക്ഷയും, കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ തീർത്ഥാടകരുടെ എണ്ണം ഇങ്ങനെ കൂടുന്നതനുസരിച്ച് വഴിതടച്ചുള്ള സുരക്ഷ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വീണ്ടും സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് ഉത്തർപ്രദേശ് സർക്കാർ ഒരുങ്ങുന്നത്. കാരണം ഈ ഒരു തിരക്ക്, മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ വരുന്ന മുഴുവൻ ആളുകളുടെയും ഫേസ് ഇവിടെ ഓട്ടോമേറ്റഡായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രത്തോളം ആളുകൾ ഇവിടെ എത്തി എന്ന് കണക്കാക്കുന്നത് അങ്ങനെയാണ്. അതിന് സംവിധാനമുള്ള AI ക്യാമറ അടക്കം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മുഴുവൻ ആളുകളുടെയും ഫേസ് ഇവിടെ രജിസ്റ്റർ ആവുന്നുണ്ട്. ഒപ്പം വിപുലമായ സജ്ജീകരണങ്ങൾ സേനയുടെയും ഭാഗത്തുനിന്ന് അടക്കം, പോലീസിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷാ സംവിധാനം അടക്കം ഇവിടെയുണ്ട്. എന്തായാലും സുരക്ഷയും വളരെ വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം 27-ാം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി എന്തായാലും സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മഹാകുംഭ നഗരിയിൽ ഭക്തജന പ്രവാഹമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങളുടെ എണ്ണം, ഭക്തരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ത്രിവേണി സംഗമത്തിൽ വരാനിരിക്കുകയാണ്. പ്രധാനമന്ത്രി വരുന്നു, രാഷ്ട്രപതി വരുന്നു, ഉപരാഷ്ട്രപതി വരുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുന്നു. അങ്ങനെ VIP സന്ദർശനം കൂടിയാകുമ്പോൾ സ്വാഭാവികമായും തിരക്കവിടെ കൂടും, സുരക്ഷയും കൂടും. എന്തായാലും UP സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലല്ലേ, അത്രത്തോളം വലിയ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് മറ്റു വാർത്തകളിലേക്ക്, ദേശീയ അന്തർദേശീയ വാർത്തകളിലേക്ക് കൂടി എത്തണം. രാജ്യം, രാജ്യാന്തരം. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വിട്ടയക്കുന്ന 4 ബന്ദികളുടെ പേര് വിവരങ്ങൾ പുറത്ത്. ഇസ്രയേൽ പ്രതിരോധ സേനാംഗങ്ങളായ 4 വനിതകളുടെ പേരുകളാണ് ഹമാസ് പുറത്തുവിട്ടത്. ഹമാസ് ബന്ദികളാക്കിയ 251 പേരിൽ 33 പേരെയാണ് ആദ്യഘട്ടത്തിൽ വിട്ടയക്കുക. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഈ വിട്ടയക്കാൻ പോകുന്ന 4 പേരും വനിതകളാണ്, ഇസ്രയേൽ സൈനികരാണ്, പ്രതിരോധ സേനാംഗങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ.
തീർച്ചയായും കൃഷ്ണരാജ്, വിട്ടയക്കുന്നവരിൽ എല്ലാവരും, അതായത് അന്ന് അവിടെ സർവൈലൻസ് ചുമതലയിലുള്ള, നിരീക്ഷണ ചുമതലയിലുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥകളായ 4 പേരെയാണ് ഹമാസ് അന്ന് തട്ടിക്കൊണ്ടുപോയതിൽ 3 പേരെ, 7 പേരെ തട്ടിക്കൊണ്ടുപോയി. അതിൽ 3 പേരെ നേരത്തെ വിട്ടയച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ 100 ബന്ദികളാണ് ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ളത് എന്നാണ് വിവരം. ഇതിൽ 33 ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടയക്കുന്നതിൻ്റെ ഭാഗമായി ഓരോ ശനിയാഴ്ചയും 3 ബന്ദികളെ വീതം വിട്ടയക്കും. ഇപ്പോൾ അതായത് കഴിഞ്ഞ ശനിയാഴ്ച വിട്ടയച്ചിരുന്നു. ഈ ശനിയാഴ്ച 4 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ബന്ദികളുടെ മോചനം സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയം. ലിറി ആൽബർഗ്, ഡാനിയല ഗിൽബോ, കരീന എരിമേവ്, നാമ ലവ്യ എന്നീ 4 സൈനിക ഉദ്യോഗസ്ഥകളെയാണ് ഇപ്പോൾ ഇന്ന് തിരിച്ചയക്കുക. ഇന്ന് തിരിച്ചയക്കുന്നത് സ്വാഭാവികമായും നേരത്തെ നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ ബന്ദികളുടെ മോചനത്തിൻ്റെ ആ രീതിയിൽ തന്നെ റെഡ് ക്രോസിന് കൈമാറുകയും റെഡ് ക്രോസിന് കൈമാറിയതിന് ശേഷം അത് ഇസ്രായേൽ പ്രതിരോധ സേന ഏറ്റെടുക്കുകയും ചെയ്യും. ഇവർ സൈനികരായതുകൊണ്ട് തന്നെ കുറേ കൂടി കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ, അതായത് സൈനികമായ ചില നീക്കങ്ങളും ഉണ്ടാകും. ഇവരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും റെഡ് ക്രോസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവരുടെ ആരോഗ്യനില പരിശോധിക്കുകയും പിന്നീട് കൈമാറുകയുമാണ് ചെയ്യുക. ഇതെല്ലാം തന്നെ ഒരുമിച്ച് നടക്കും. റെഡ് ക്രോസ് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ IDFൻ്റെ പ്രതിനിധികളെല്ലാം തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ എല്ലാ ശനിയാഴ്ചയും ബന്ദികളെ വിട്ടയക്കുക എന്നതാണ് കൃത്യമായ ഒരു ധാരണയുടെ ഭാഗമായി ഇസ്രയേലും ഹമാസും ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. കർശനമായി ഈ നീക്കങ്ങൾ നടത്തണമെന്ന് ഈ അടുത്ത ദിവസവും ട്രംപിൻ്റെ ഭാഗത്തു നിന്നും നിലപാടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം ശാശ്വതമായി നടപ്പാക്കുക എന്ന ആ ഒരു ഉത്തരവാദിത്വപരമായ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ. പക്ഷേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ 2ാം ഘട്ട ചർച്ച ഉടൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ആദ്യഘട്ടത്തിൻ്റെ സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് ഈ വെടിനിർത്തൽ കരാർ നീട്ടാനല്ലേ സാധ്യത? കൃഷ്ണരാജ്, വെടിനിർത്തൽ കരാർ ഏതാണ്ട് ഈ ആദ്യഘട്ടവും 2ാം ഘട്ടവും 3ാം ഘട്ടവുമായി 3 ഘട്ടങ്ങളിലാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിലാണ് ബന്ദികളുടെ മോചനവും, 2ാം ഘട്ടത്തിൽ തുടർന്ന് മറ്റ് സൈനിക സംവിധാനങ്ങളുടെ പിൻവലിക്കൽ, അത്തരത്തിലുള്ള നടപടികൾ, അതിനുശേഷം ഗാസയുടെ പുനർനിർമ്മാണം എന്നീ 3 ഘട്ടങ്ങളിലായാണ് നടക്കുക. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 42 ദിവസത്തോളം നീളുന്ന ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പരസ്പരം, അതായത് ഇസ്രായേലിൻ്റെ തടവിൽ കഴിയുന്ന പലസ്തീനികളെ വിട്ടയക്കുന്നതുൾപ്പെടെ ഉള്ള ആ ധാരണകളാണ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടം നേരത്തെ നമുക്കറിയാവുന്നതാണ്, 3 വനിതകളെ വിട്ടയച്ചിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും 3 സൈനിക ഉദ്യോഗസ്ഥരായ വനിതകളെ വിട്ടയക്കുന്നു. അത്തരത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായാണ് നീക്കങ്ങൾ നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം അവസാനിക്കുന്നതോടുകൂടി 33 പേരുടെ മോചനം സാധ്യമാകും. പിന്നീട് 2ാം ഘട്ടത്തിൽ തുടർന്നും മോചനം പൂർണ്ണമായും സാധ്യമാക്കുക. അതിനുശേഷമായിരിക്കും ഈ ഗാസയുടെ പുനർനിർമ്മാണം. അത്തരത്തിൽ 3 ഘട്ടത്തിലുള്ള ഒരു സമാധാന ചർച്ചകൾക്കാണ്, അല്ലെങ്കിൽ ഒരു ബന്ദികളുടെ മോചന ചർച്ചകൾക്കാണ് ജോ ബൈഡൻ മുന്നിട്ട് നടപ്പാക്കിയ ഹമാസുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഖത്തറും ഈജിപ്തും ചേർന്ന് തയ്യാറാക്കിയ ഒരു ധാരണയിലുള്ളത് ഇത്തരം നീക്കങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ നടക്കുന്നു. 2ാം ഘട്ടം തുടർന്ന് നടക്കും. 3ാം ഘട്ടം അതൊരു സ്ട്രെച്ച്ഡായ രീതിയാണ്. 2ാം ഘട്ടത്തിൻ്റെയും 3ാം ഘട്ടത്തിൻ്റെയും സമയപരിധി സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇനിയും വരാനുണ്ട്, സ്ഥിരീകരണങ്ങൾ വരാനുണ്ട്. സാധാരണയായുള്ള ചില ധാരണകൾ 45 ദിവസം എന്ന രീതിയിലുള്ള ധാരണകളാണ്, ടെൻറ്റേറ്റീവ് ടൈമിംഗ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്കിൽ കൂടി അത് കുറേ കൂടി സ്ഥിരീകരണങ്ങൾ വരുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. വെടിനിർത്തൽ കൃത്യമായ ഇടവേളയിൽ നടപ്പാക്കി, കൃത്യമായ ടൈം ലൈനിൽ നടപ്പാക്കിയതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്ന നിലപാടാണുള്ളത്. അത് 3ാം ഘട്ടമായിരിക്കും ഗാസയുടെ പുനർനിർമ്മാണം നടക്കുക. ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നതോടുകൂടിയാണ് വെടിനിർത്തൽ പൂർത്തിയായി അല്ലെങ്കിൽ സമ്പൂർണ്ണമായി എന്ന് നമുക്ക് പറയാനും സാധിക്കുകയുള്ളൂ. കൃഷ്ണരാജ്. ഇനിയും വാർത്തകളുണ്ട് ഐസൻ മറുപടി നൽകേണ്ടത്. തുടരുക. 2021 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ യുക്രൈൻ യുദ്ധം ഒഴിവായനെ എന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പുടിൻ ആവർത്തിച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഉടൻ തന്നെ പുടിനുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. I'd like to say that Russia never refused to come to contact with the United States administration, and it is through no fault of ours that the previous administration refused to communicate. I always had business-like relations with the previous US president that were very business-like and pragmatic, but there was trust as well. Now, if he had been the president, if the victory wasn't stolen from him in 2020, maybe the Ukrainian crisis that arose in 2022 would have never appeared. I think Russia should want to make a deal. Maybe they want to make a deal. I think
from what I hear, Putin would like to see me, and we'll meet as soon as we can. I'd meet immediately. Every day we don't meet, soldiers are being killed in a battlefield, and that battlefield is like no battlefield since World War II. You said that Ukraine wants And to... I have pictures that you don't want to see. Soldiers are being killed on a daily basis at numbers that we haven't seen in decades. And it'd be nice to end that war. It's a ridiculous war. ഒരു ലോക നേതാവെന്ന നിലയിൽ ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയാണ് ആ ഒരു വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസൻ, ഈ 2021 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധമായി യുക്രൈൻ റഷ്യ യുദ്ധം ഒഴിവായേനെ എന്നാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? പ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, അത് തട്ടിപ്പറിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയം എന്നാണ്. സ്റ്റോളൻ എന്ന വാക്ക് വളരെ കൃത്യമായി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയം. അതായത് ട്രംപിൻ്റെ 2021 വിജയം തട്ടിപ്പറിക്കപ്പെട്ടു എന്നൊരു നിലപാടാണ് റഷ്യൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. മാത്രമല്ല അത് പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അതിനുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി അതിനേക്കാൾ ഗൗരവമേറിയ വിഷയം 2022 ഈ യുക്രൈൻ യുദ്ധം ആരംഭിക്കുമ്പോഴുണ്ടാകുന്ന സാഹചര്യം ഈ ട്രംപ് അധികാരത്തിലില്ല എന്നത് തന്നെയായിരുന്നു. ട്രംപ് അധികാരത്തിലില്ലാത്ത, അല്ലെങ്കിൽ ട്രംപ് ഒഴിവാക്കപ്പെട്ട് ജോ ബൈഡൻ അധികാരത്തിൽ തുടരുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായും യുക്രൈനുമായുള്ള പ്രശ്നങ്ങൾ, അതായത് നമുക്കറിയാവുന്നതാണ് റഷ്യയുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു ട്രംപ്. അതുകൊണ്ട് തന്നെ അതിന് നേരെ വിപരീതമായൊരു നിലപാടാണ് ബൈഡൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബൈഡൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ആ രണ്ട് പ്രവിശ്യകൾ സംബന്ധിച്ച്, അതായത് തർക്കം നിലനിൽക്കുന്ന രണ്ട് പ്രവിശ്യകൾ സംബന്ധിച്ച വിഷയം ചർച്ചയായ ആ സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ബൈഡൻ കൃത്യമായും യുക്രൈനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടെടുക്കുകയും അത് നാറ്റോയുടെ പിന്തുണ, അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയും നാറ്റോ അംഗത്വം, അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഈ നാറ്റോ അംഗത്വം നേടാനുള്ള നീക്കം യുക്രൈൻ നടത്തിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ നാറ്റോ അംഗത്വം നേടാനുള്ള നീക്കം നടത്തിയ ആ ഒരു സാഹചര്യത്തിൽ കുറെ കൂടി കാര്യക്ഷമമായ ഇടപെടൽ പ്രസിഡന്റ് ട്രംപ് ആയിരുന്നെങ്കിൽ നടക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ നിന്നും വളരെ വ്യക്തമാണ് യുക്രൈൻ യുദ്ധം ഉണ്ടായത് ബൈഡൻ്റെ ചില നിലപാടുകൾ കൊണ്ടാണ്. ആ നിലപാടുകൾ തെറ്റാണ് എന്ന് കൃത്യമായി നേരത്തെ തന്നെ ട്രംപ് പറയുകയും ചെയ്തിരുന്നു. അതിനെ കൃത്യമായി വാലിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻഡോസ് ചെയ്യുകയാണ് ഇപ്പോൾ പുടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിസങ്കീർണമായ രാഷ്ട്രീയ വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ പ്രശ്നം, അതായത് യുദ്ധത്തിൻ്റെ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള സാധ്യതകൾ വളരെയധികം തെളിഞ്ഞു കാണുന്നു, അല്ലെങ്കിൽ അത് കൂടുതൽ വ്യക്തമാകുന്നു എന്നാണ് ഈ അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത് നമ്മളിപ്പോൾ കേട്ടതുപോലെ പുടിൻ്റെ വാക്കുകൾക്ക് ശേഷം നമ്മൾ ട്രംപിൻ്റെ വാക്കുകളും കേട്ടു. ഇത്തരത്തിൽ സൈനികരുടെ മരണം നടക്കുന്നു, അത്തരം വലിയ തോതിലുള്ള മനുഷ്യനാശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നെല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല അത് മൂന്നാം ലോക യുദ്ധമായി പരിണമിക്കാനുള്ളൊരു സാധ്യത, അത് അറിയാവുന്നതാണ്. നാറ്റോ സഖ്യവും അതുപോലുള്ള വിഷയങ്ങളെല്ലാം തന്നെ അവിടെ നിൽക്കുമ്പോൾ നാറ്റോയും റഷ്യയും തമ്മിലൊരു സംഘർഷത്തിലേക്ക് പോകുമ്പോൾ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു സ്വഭാവം അതിന് വരാനുള്ള സാധ്യതകളും നിലനിന്നിരുന്നു. ആ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്നതിനെ നമ്മൾ തടയുമെന്ന് കൃത്യമായ നിലപാട് പറയുന്നതിനൊപ്പം തന്നെ യുക്രൈനുള്ള ആയുധ സഹായം നിർത്തുമെന്നുള്ള നിലപാടുകളെല്ലാം തന്നെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ. അത്തരത്തിലുള്ളൊരു നിലപാട് കൃത്യമായി അന്ന് അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റിനെ എടുക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ യുദ്ധമേ ഉണ്ടാകാനുള്ള സാഹചര്യമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പുടിൻ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ്. അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നതിനപ്പുറം യുദ്ധം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം ഇല്ലാതാക്കാനുള്ള സാധ്യത തുറക്കുന്നു. അതായത് യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തുറക്കുന്നു. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച, ട്രംപും പുടിനുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നു എന്ന് തന്നെയാണ് ആ വാക്കുകളിൽ, അവരുടെ നിലപാടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരസ്പരം ചർച്ച ചെയ്യാമെന്നുള്ള ധാരണ ഉണ്ടാകുന്നത്, ആ നിലപാടിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ വിഷയം തന്നെയാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഈ രണ്ട് രാജ്യങ്ങളും യുക്രൈനും റഷ്യയും തമ്മിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകളും തുറന്നിരിക്കുന്നു എന്നാണ്. തുടർച്ചയായ ഇത്തരം നീക്കങ്ങളിൽ നിന്നെല്ലാം തന്നെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചു എന്ന വാക്കുകൾ, അല്ലെങ്കിൽ യുക്രൈൻ യുദ്ധം അവസാനിച്ചു എന്ന വാർത്ത അധികം വൈകാതെ പ്രക്ഷേപണം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ദേവിക, ഐസൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുടിൻ വല്ലാതെ ചേർത്ത് പിടിക്കുന്നുണ്ട് ട്രംപിനെ. അത് നൽകുന്ന സൂചന എന്താണ്? ഈ യുക്രൈൻ റഷ്യ യുദ്ധം എന്നതിനപ്പുറത്തേക്ക് നൽകുന്ന സൂചന എന്താണ്? രണ്ട് യുദ്ധം, അല്ലെങ്കിൽ അവർ ഇന്ന് നിലനിൽക്കുന്ന റഷ്യ യുക്രൈൻ വിഷയം, റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യുക്രൈനുമായുള്ള യുദ്ധമാണ്. അതുപോലെ തന്നെ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം സമാനമായ റഷ്യയുമായുള്ള വിഷയവും യുദ്ധം തന്നെയാണ്. ആ യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യുക്രൈന് പിന്തുണ നൽകുന്ന വലിയ തോതിലുള്ള ഈ അടുത്ത ദിവസങ്ങളിലായി നടന്ന ആയുധ ഡീലുകൾ മാത്രം തന്നെ $1,800 കോടി അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഡോളർ കണക്കിനുള്ള ആയുധ വിനിമയം നടക്കുന്ന ഒരു സാഹചര്യം യുക്രൈനുമായി നിലനിൽക്കുന്ന ഒരു
പശ്ചാത്തലമുണ്ടാകുന്നു. അത് വലിയ തോതിൽ ആയുധം സംഭരിക്കാനുള്ളൊരു നീക്കം യുക്രൈൻ നടത്തുന്നു. അത് നിർത്തിവെക്കുമെന്ന നിലപാട് നേരത്തെ ട്രംപ് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ആയുധ ഇടപാടുകളെല്ലാം നിർത്തിവെക്കുന്നത് അവരുടെ സാമ്പത്തിക രംഗത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നൊരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ആയുധ ഇടപാടുകൾ നിർത്തിവെപ്പിക്കുക എന്ന നീക്കം സ്വാഭാവികമായും റഷ്യയുടെ ഭാഗത്തുനിന്ന് സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഇനിയും ആയുധങ്ങൾ നൽകുകയാണെങ്കിൽ ആ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കുകയാണെങ്കിൽ അത് നാറ്റോയുടെ ആക്രമണമായി കണക്കാക്കുമെന്നെല്ലാം തന്നെ നേരത്തെ പുടിൻ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള നാറ്റോയുടെ ആക്രമണം, നാറ്റോ സഖ്യം തങ്ങൾക്കെതിരെ തിരിഞ്ഞതായി കണക്കാക്കുമെന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നാറ്റോ സഖ്യത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര നീക്കം കൃത്യമായി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ചേർത്ത് പിടിക്കലിൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം സ്വാഭാവികമായും ഈ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ബന്ധം തുടരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ ഈ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതകൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നതിനപ്പുറം നിലവിലെ സാഹചര്യത്തിൽ രണ്ട് പ്രവിശ്യകൾ സംബന്ധിച്ച്, അതായത് യുക്രൈൻ്റെ കൈവശമിരിക്കുന്ന രണ്ട് റഷ്യൻ എത്നിക് ഒറിജിനുള്ള രണ്ട് പ്രവിശ്യകൾ സംബന്ധിച്ച് തർക്കമാണ് ഈ അടിസ്ഥാന പ്രശ്നം. ആ പ്രവിശ്യകൾ സംബന്ധിച്ച് നിലവിൽ ഇപ്പോഴും റഷ്യൻ റൂബിളാണ് അവിടെ നാണയം. അതുപോലെ തന്നെ ഒരു റഷ്യൻ സംവിധാനങ്ങൾക്ക് സമാനമായാണ് അവിടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുമായി അനുകൂലമായി നിലനിൽക്കുന്ന യുക്രൈനിലെ രണ്ട് പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ സ്വയംഭരണ സംവിധാനം ഏർപ്പെടുത്തുകയോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിന് കണ്ടെത്തുകയാണെങ്കിൽ ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും. അത്തരം നീക്കങ്ങളിലേക്ക് കൂടി ഒരു അന്താരാഷ്ട്ര നയതന്ത്ര നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം എന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പുടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നിലപാട് തന്നെയാണ്. പുടിന് നേരെ അമേരിക്ക നൽകുന്ന ആക്രമണങ്ങൾ, റഷ്യയ്ക്ക് നേരെ ആയുധങ്ങൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ അത് നാറ്റോ സഖ്യത്തിൻ്റെ ആക്രമണമായി കണക്കാക്കുമെന്ന നേരത്തെയുള്ള നിലപാടും ആ നിലപാടിന് കൃത്യമായ മറുപടി ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരിക്കുന്നു. അടിയന്തരമായി യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരും, ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന നിലപാട് ട്രംപും അറിയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ശക്തമായൊരു നീക്കങ്ങൾ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതും അതിൻ്റെ മറുപടി. അതിലൊരു രസകരമായ കാര്യം കൂടി ഉണ്ടല്ലോ, ഈ യുക്രൈനെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്നത് അമേരിക്കയാണ് എന്നൊരു കഥ അല്ലെങ്കിൽ യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ റഷ്യ ട്രംപ് വരുമ്പോഴേക്കും തങ്ങൾക്കെതിരെ നിന്ന് അമേരിക്കയെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നു, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയല്ലേ? തീർച്ചയായും ട്രംപ് നേരത്തെ തന്നെ, അതായത് ട്രംപിൻ്റെ ആദ്യ കാലഘട്ടത്തിലും റഷ്യയുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ ട്രംപിൻ്റെ രണ്ടാം കാലഘട്ടത്തിൽ അതിനേക്കാൾ മികച്ച ബന്ധം പുലർത്താനുള്ളൊരു സാഹചര്യമാണ് തുറക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പല കാര്യങ്ങളിലും റഷ്യയ്ക്ക് അനുകൂലമായ ചില നിലപാടുകൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. വളരെ കൃത്യമായ ചില നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. കർശനമായ ഉപരോധങ്ങൾ നടപ്പാക്കാനുള്ള ഒരു നീക്കം സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതെല്ലാം തന്നെ ഡിലേ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത്തരം വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കർശനമായ നീക്കങ്ങൾ ഇപ്പോൾ പുടിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ ദിവസവും ഉണ്ടാകുന്ന മറുപടികൾ, അതായത് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ നിലപാടുകൾക്കും ഓരോ പ്രസ്താവനയ്ക്കും കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നത് പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് തന്നെയാണ്. സ്വാഭാവികമായും ആ നിലപാട് മുന്നോട്ട് വയ്ക്കുമ്പോൾ റഷ്യയുമായി മികച്ച ബന്ധം അല്ലെങ്കിൽ അമേരിക്കയുമായി ഒരു മികച്ച ബന്ധം പുലർത്താനുള്ള നീക്കം പുടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് വളരെ വ്യക്തമാണ്. അത്തരത്തിലൊരു നീക്കമുണ്ടാകുമ്പോൾ വലിയ സാധ്യതകൾ തുറന്നു കിട്ടും. നമുക്കറിയാവുന്നതാണ്, പല ലക്ഷ്യങ്ങളും പുടിനെ വാണിജ്യപരമായും അതുപോലെ തന്നെ റഷ്യയുടെ താല്പര്യങ്ങളും പലതുണ്ട്. അത്തരത്തിലും സൈനിക തലത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ താല്പര്യങ്ങൾ റഷ്യയ്ക്കുണ്ട്. അതിനെല്ലാം തന്നെ അമേരിക്ക പോലുള്ളൊരു വൻ രാജ്യം പിന്തുണയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായാൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന വ്യക്തമായ തിരിച്ചറിവ് പുടിനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ട്രംപുമായി മികച്ച ബന്ധം, ഇനിയുടെ തുടർന്നുള്ള 4 വർഷം ട്രംപിൻ്റെ അധികാര കാലഘട്ടത്തിൽ മുഴുവൻ മികച്ച ബന്ധം റഷ്യയുമായി പുലർത്താനുള്ള സാധ്യതകൾ തുറക്കാനും എല്ലാം തന്നെയുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ പുടിനും ട്രംപുമായുള്ള കൂടിക്കാഴ്ച വൈകാതെ തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ മാറ്റങ്ങളിലേക്ക് വഴിതിരിക്കുന്ന നയതന്ത്ര തീരുമാനങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുകയാണ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു, വിശദമായി വിവരങ്ങൾ നൽകുകയായിരുന്നു ഹൈസൻ. മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകാം. ലോസ് ഏഞ്ചൽസ് കാട്ടുതീ കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാട്ടുതീ പടർന്നു പിടിച്ച മേഖലകളിൽ ട്രംപ് സന്ദർശിച്ചു. കാലിഫോർണിയ ഗവർണർ ഗെവിൻ ന്യൂസോം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. സെപ്റ്റംബറിൽ ഹെലൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച പ്രദേശങ്ങളും ട്രംപ് സന്ദർശിച്ചു. ഈ ട്രംപ് തുടക്കം ഗംഭീരാക്കുകയാണ്. എത്തേണ്ടിടങ്ങളിൽ എത്തുന്നു, പറയേണ്ടതിനപ്പുറം പറയുന്നു, വിപ്ലവകരമായ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. അങ്ങനെ വളരെ സംഭവ ബഹുലമായ ഒരു കാലഘട്ടം
ട്രംപിൻ്റേത് ആയിരിക്കുമെന്ന് വിശ്വസിക്കാം. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. ഇന്ത്യൻ സായുധ സേനയുടെ പ്രകടനവും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പ്രദർശനവുമാകും ഇത്തവണത്തെ പ്രധാന ആകർഷണം. ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം നാളെ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി രാവിലെ എല്ലാവരും എനിക്ക് തോന്നുന്നു ടെലിവിഷന് മുന്നിലായിരിക്കും. കാരണം റിപ്പബ്ലിക് ദിന പരേഡെല്ലാം കാണുന്നതിന്റെ ഒരു ആവേശം മുതൽ ഈ ഒരു ദിവസം രാവിലെ പതാക ഉയർത്തുന്ന ചടങ്ങ് മുതൽ അങ്ങോട്ട് ആ പരേഡൊക്കെ സ്കൂളിലേക്ക് എത്തുന്നു, ലഡു കിട്ടുന്നു, അങ്ങനെ കുറെ കുട്ടിക്കാല ഓർമ്മകൾ കൂടി എല്ലാവർക്കും കാണും. പക്ഷെ നാളെ ആവേശത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും കാണാൻ വലിയ ഒരു കാഴ്ചകൾ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോഴുള്ളത് രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ കർത്തവ്യ പഥിലാണ്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന, നേരത്തെ രാജ്പഥ് എന്നറിയപ്പെട്ടിരുന്ന, ഇപ്പോൾ കർത്തവ്യ പഥ് എന്ന മോദി സർക്കാർ പുനർനാമകരണം ചെയ്തിട്ടുള്ള കർത്തവ്യ പഥിലാണ് ഞാനിപ്പോഴുള്ളത്. ഈ കർത്തവ്യ പഥിലാണ് ഇപ്പോൾ ദേവികയും കൃഷ്ണരാജും ചൂണ്ടിക്കാട്ടിയതുപോലെ നാളെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഭാരതത്തിന്റെ മുഴുവൻ പ്രൗഢിയും വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുക. ആ പരേഡിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം അതിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ നാളെ പരേഡ് നടക്കുക അതിന് കൃത്യമായിട്ടുള്ള റിഹേഴ്സൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇവിടെയും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. പരേഡ് വീക്ഷിക്കുന്നതിനുള്ള ഗാലറി, ഒപ്പം സുരക്ഷാ സംവിധാനങ്ങൾ, വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. നാളെ ആഘോഷ പരിപാടികളിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവ് സുബിയോന്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഭാരതത്തിലെത്തിയിരുന്ന ഔദ്യോഗികമായ സ്വീകരണം അദ്ദേഹത്തിന് നൽകി. ഒപ്പം ഇന്തോനേഷ്യൻ സൈന്യത്തിന്റെ 350 അംഗ സംഘവും ഇത്തവണ ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തുന്നതോടെ നാളെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് ആരംഭിക്കും. ഒപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമു അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടുകൂടി എത്തി ദേശീയ പതാക ഉയർത്തുന്നതോടെ 21 ഗൺ സല്യൂട്ടുകൾ മുഴങ്ങും. അതിനുശേഷമായിരിക്കും പരേഡ് ആരംഭിക്കുക. ഭാരതത്തിന്റെ കര, നാവിക, വ്യോമസേന, ഭാരതത്തിന്റെ സൈനിക ശേഷി പൂർണ്ണമായും വ്യക്തമാക്കുന്ന തരത്തിലുള്ള സൈനിക അഭ്യാസം, ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള പ്രളോയ് മിസൈലിന്റെ പ്രദർശനം, ഭാരതം തദ്ദേശീയമായി അത്യാധുനിക സാങ്കേതിക വിദ്യ ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്രളോയ് മിസൈലിന്റെ പ്രദർശനം, ഇപ്പോൾ പരേഡിൽ പങ്കെടുക്കുന്ന സേനാംഗങ്ങൾ അവരുടെ റിഹേഴ്സൽ കഴിഞ്ഞ് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി രാജ്യ തലസ്ഥാനത്തെ വീതികൾ ഇത്തരത്തിൽ ഈ 26-ാം തീയതി ഭാരതത്തിന്റെ മുഴുവൻ പ്രൗഢിയും വ്യക്തമാക്കുന്ന തരത്തിലുള്ള പരേഡിനുള്ള ഒരുക്കങ്ങളും അതിന്റെ റിഹേഴ്സലുകളും പരിശീലനവും നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി പരിശീലനം നടത്തി മടങ്ങുന്ന ഉദ്യോഗസ്ഥരെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ പരേഡിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രളോയ് മിസൈൽ ഒരു മുഖ്യ ആകർഷണമാകും. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള മിസൈലാണ്. ഒപ്പം കരസേനയുടെ ഡയർ ഡബിൾസ് എന്ന പേരിൽ മോട്ടോർ സൈക്കിൾ ലാലി ഏകദേശം 20 അടി ഉയരത്തിൽ പിരമിഡ് രൂപത്തിൽ തീർത്തുകൊണ്ട് കരസേനയുടെ പിരമിഡ് രൂപത്തിലുള്ള മോട്ടോർ സൈക്കിൾ റാലി ഉണ്ടാകും. അതിന് ഡയർ ഡബിൾസ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. അതും മറ്റൊരു മുഖ്യ ആകർഷണമാകും. വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തോടെയായിരിക്കും ഈ പരേഡിന് അവസാനമാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യോമസേനയുടെ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളുടെ അഭ്യാസ പ്രകടനം വളരെ കൃത്യമായി ഉണ്ടാകും. അതോടുകൂടിയായിരിക്കും 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ്. അതിന്റെ സമയം ക്രമീകരിച്ചിട്ടുള്ളത് 90 മിനിറ്റാണ്. അത് ആരംഭിക്കുക രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള 300-ലധികം കലാകാരന്മാരുടെ വാദ്യഘോഷത്തോടെയായിരിക്കും ഈ പരേഡ് ആരംഭിക്കുക. അതിൽ 31 നിശ്ചല ദൃശ്യങ്ങൾ സൈനിക അഭ്യാസ പ്രകടനത്തോടൊപ്പം വിവിധ സന്ദേശങ്ങൾ വ്യക്തമാക്കുന്ന സുവർണ ഭാരതം, ഭരണഘടന, കുംഭമേള തുടങ്ങി വിവിധ ആശയങ്ങൾ വ്യക്തമാക്കുന്ന വിവിധ സംസ്ഥാനങ്ങളുടെയും മന്ത്രാലയങ്ങളുടേതും ഉൾപ്പെടെ 31 നിശ്ചല ദൃശ്യങ്ങൾ ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകും. കൂടാതെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കലാകാരന്മാരുടെ പ്രത്യേക നൃത്ത രൂപങ്ങൾ ആ പരേഡിനൊപ്പം ഉണ്ടാകും. അതോടൊപ്പം പരേഡ് വീക്ഷിക്കുന്നതിന് മുഖ്യ അതിഥികളായി എത്തുന്നവരുടെ കൂടെ തന്നെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സാധാരണക്കാർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ
അവരെയും കൂടി ക്ഷണിച്ചിട്ടുണ്ട്. രാജ്യത്തെ അങ്കണവാടി തൊഴിലാളികൾ, പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, അത്തരത്തിൽ വിവിധ മേഖലകളിലായി ജോലി ചെയ്യുന്ന, സേവനമനുഷ്ഠിക്കുന്ന സാധാരണക്കാരായ വ്യക്തികളെയും ഇത്തവണ കർത്തവ്യപഥത്തിൽ നടക്കുന്ന ഈ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് പത്മ അവാർഡുകളാണെങ്കിലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പരിപാടികളാണെങ്കിലും രാജ്യത്തിൻ്റെ അഭിമാനമായി ഉയർന്നു വരുന്ന പദ്ധതികളുടെ ഉദ്ഘാടന വേളയിലാണെങ്കിലും അത്തരം വേളകളിലെല്ലാം തന്നെ തൊഴിലാളികളെയും സാധാരണക്കാരെയും എല്ലാം തന്നെ ചേർത്ത് നിർത്താൻ മോദി സർക്കാർ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ ദിനാഘോഷം, ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ്, ഇതിലെല്ലാം തന്നെ മുഖ്യാതിഥികളായി ഇപ്പോൾ സാധാരണക്കാരും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാജ്യ തലസ്ഥാനം വലിയ ആഘോഷത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. നാളെ 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിനുള്ള കാത്തിരിപ്പിലാണ് രാജ്യ തലസ്ഥാനം ഉള്ളത്. ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. എന്താണ് ഭാരതത്തിന്റെ മുൻപോട്ട് പോക്ക്, മോദി സർക്കാരിന്റെ നയങ്ങൾ, ഒപ്പം ഭാരതം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, മുൻപോട്ടുള്ള നയങ്ങൾ, വീക്ഷണങ്ങൾ, ഇവയെല്ലാം വ്യക്തമാക്കുന്നതായിരിക്കും ദ്രൗപദി മുർമുയുടെ വാക്കുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൈകിട്ട് 7 മണിക്ക് ശേഷമായിരിക്കും രാഷ്ട്രപതി ഇത്തരത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, രാഷ്ട്രപതി ഭവനാണ് ഈ കർത്തവ്യപഥത്തിന്റെ നേരെ മുൻപിൽ കാണുന്നത്. നേരെ ഏറ്റവും ഒടുവിൽ കാണുന്നത് രാഷ്ട്രപതി ഭവനാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന രാജ്പഥ്, രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി. നേരത്തെ അത് രാജ്പഥ് എന്നറിയപ്പെട്ടിരുന്നെങ്കിൽ പിന്നീട് സർക്കാരിന്റെ കർത്തവ്യബോധം വ്യക്തമാക്കുന്ന ആ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ അത് രാജ്പഥ് എന്നുള്ളതല്ല, സർക്കാരിന്റെ കർത്തവ്യങ്ങൾ ഉണർത്തുന്ന, കർത്തവ്യങ്ങൾ വ്യക്തമാക്കുന്നതിന് കർത്തവ്യപഥ് എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് ഈ ഒരു പാതയെ, ദേശീയ രാജ്യ തലസ്ഥാനത്ത് ഈ ഒരു പാതയെ മോദി സർക്കാർ പുനർനാമകരണം ചെയ്തിരുന്ന ആ കർത്തവ്യപഥിലാണ് ഇത്തരത്തിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുക. രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാകകളാൽ അലങ്കൃതമായിട്ടുള്ള കർത്തവ്യപഥ്, ഒപ്പം കാണികൾക്ക് ഈ പരേഡ് വീക്ഷിക്കുന്നതിനായി എത്തുന്നവർക്ക് ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങൾ, പ്രത്യേക ഗ്യാലറി, അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ദിവസങ്ങൾക്ക് മുൻപേ പൂർത്തിയായിരുന്നു. പരിശീലനം അവസാന ഘട്ടത്തിലെത്തി. കഴിഞ്ഞ ദിവസം ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. അത്തരത്തിൽ പരേഡിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം കനത്ത സുരക്ഷാ സംവിധാനമാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ടും റിപ്പബ്ലിക് ദിന ആഘോഷവുമായി ബന്ധപ്പെട്ടും ഡൽഹിയിലും ഒപ്പം രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. യാതൊരു തരത്തിലും അനിഷ്ട സംഭവങ്ങൾ ഇല്ലാത്ത തരത്തിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതായാലും രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഡൽഹി ഒരുങ്ങിക്കഴിഞ്ഞു. വൈവിധ്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുക എന്നതിലുപരി സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്ന വേദി കൂടിയാണ് ഡൽഹിയിലെ കർത്തവ്യപഥിൽ നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷം. പ്രതിരോധ മേഖലയിൽ ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധ ശേഖരങ്ങൾ കാണികളിൽ കൗതുകത്തിനും അപ്പുറം അമ്പരപ്പാകും ഉണർത്തുക. സൈനിക ശേഷിയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ 4ാമത്തെ വലിയ ശക്തിയായ ഭാരതത്തിനൊപ്പം അതിഥി രാഷ്ട്രമായ ഇന്തോനേഷ്യയിൽ നിന്നുള്ള സൈനികരും പരേഡിൽ അണിനിരക്കും. ശത്രുദേശത്ത് കൃത്യതയോടെ ആഴത്തിൽ ആക്രമണം നടത്താൻ ഭാരതത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച പ്രാലേ മിസൈലുകൾ ഈ റിപ്പബ്ലിക് ദിന ചടങ്ങിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള പ്രാലേ എന്ന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിന് 1000 കിലോഗ്രാം വരെ പേലോഡ് വഹിക്കാൻ കഴിയും. ആദ്യമായാണ് പ്രാലേ മിസൈലുകൾ റിപ്പബ്ലിക് ദിന പരേഡുകളുടെ ഭാഗമാകുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് നിർമ്മിച്ച T-90 ഭീഷ്മ ടാങ്കുകൾ, ബ്രഹ്മോസ് മിസൈലുകൾ, മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, നാഗ് മിസൈലുകൾ, പിനാക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സംവിധാനമായ അഗ്നിബാൻ, ചേതക് ഓൾ ടെറൈൻ വാഹനങ്ങൾ തുടങ്ങി ഭാരതത്തിന്റെ ആയുധശേഖരങ്ങളുടെ ചെറുരൂപം വ്യക്തമാക്കുന്നതാകും നാളത്തെ പ്രഭാതം.
വായുസേനയുടെ സാഹസിക പ്രകടനങ്ങൾ തന്നെയാണ് നാളത്തെ പ്രധാന ആകർഷണം. 22 ഫൈറ്റർ ജെറ്റുകൾ, 11 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ, 7 ഹെലികോപ്റ്ററുകൾ എന്നിവയാണ് എയർ ഷോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റാഫേൽ, സുഖോയ് Su-30 MKI, C-130J ഹെർക്കുലിസ് എന്നീ വിമാനങ്ങളുടെ പ്രകടനങ്ങൾ നെഞ്ചിടിപ്പ് കൂട്ടും. ഇതാദ്യമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വിമാനങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി. സശക്ത് ഔർ സുരക്ഷിത് ഭാരത് എന്ന തീമിൽ സായുധ സേനകൾക്കിടയിലുള്ള സഹകരണത്തിന്റെയും ഏകീകരണത്തിന്റെയും മുദ്രയായി ട്രൈ സർവീസ് എന്ന നിശ്ചല ദൃശ്യം ഇതാദ്യമായി ഉൾപ്പെടുത്തി. കര, വ്യോമ, നാവിക സേനകൾ തമ്മിലുള്ള തടസ്സമില്ലാത്ത ആശയവിനിമയത്തെ ചിത്രീകരിക്കുന്ന ജോയിന്റ് ഓപ്പറേഷൻ റൂമിന്റെ മാതൃകയാണ് പ്രദർശിപ്പിക്കുന്നത്. ഭാരതത്തിന്റെ കര, നാവിക, വ്യോമസേനകൾക്ക് പുറമെ CRPF, CISF, BSF, കോസ്റ്റ് ഗാർഡ് തുടങ്ങി അർദ്ധസൈനിക വിഭാഗങ്ങളുടെ പരേഡുകളും സേനാ വിഭാഗങ്ങളുടെ അച്ചടക്കത്തെ തുറന്നു കാട്ടും. BSFന്റെ ഒട്ടകപ്പടയും കരസേനയുടെ കുതിരപ്പട്ടാളവും കൗതുകമുണർത്തും. ഇന്തോനേഷ്യയിൽ നിന്നുമുള്ള 190 അംഗ ബാൻഡ് സംഘത്തിനൊപ്പം 160 അംഗ മാർച്ചിംഗ് സംഘവും ഈ വർഷം ഇന്ത്യൻ സായുധ സേനയുടെ സംഘത്തിന് പുറമെ പരേഡിൽ പങ്കെടുക്കും. ജനം, ഡൽഹി. ഭാരതം സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും. ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പിൻവലിച്ചുകൊണ്ട് 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. Let us leave aside slogan. Let us leave aside words which frighten people. Let us even make concession to the prejudices of our opponents. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപേ തന്നെ ഭാരതത്തിന്റെ ഭരണഘടനാ രൂപീകരണത്തിനായി പ്രത്യേക സഭ എന്ന ആവശ്യം ഉയർന്നിരുന്നു. 1946 ഡിസംബറിൽ ഭരണഘടനാ സഭ നിലവിൽ വന്നു. പിന്നീട് 3 വർഷത്തെ ശ്രമഫലമായാണ് ഭാരതത്തിന്റെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ദിവസങ്ങൾ നീണ്ട സമ്മേളനത്തിനൊടുവിൽ 1947 നവംബറിലാണ് ഭരണഘടനയുടെ ആദ്യ രൂപം സഭയിൽ അവതരിപ്പിച്ചത്. പിന്നീട് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 1949 നവംബറിൽ ഭരണഘടനയുടെ കരടിന് സമിതി അംഗീകാരം നൽകി. 1950 ജനുവരി 24-നാണ് സഭയുടെ അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ചത്. 1950 ജനുവരി 26-ന് തന്നെ ഭാരതം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചുകൊണ്ട് പവിത്രമായ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു. നവഭാരതത്തിന്റെ ആത്മാവ് എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന ഭരണഘടന നിയമപരമായി പ്രാബല്യത്തിൽ വന്നതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ ജനുവരി 26-ഉം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ രാജ്യവ്യാപകമായി വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കാരണമായ പൂർണ്ണ സ്വരാജ് എന്ന പ്രഖ്യാപനം നടത്തിയ ജനുവരി 26 എന്ന തീയതി തന്നെ ഭരണഘടന പ്രാബല്യത്തിൽ വരുത്താൻ തെരഞ്ഞെടുത്തതും മറ്റൊരു പ്രത്യേകതയാണ്. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. ഇതിനായി 1946 ഡിസംബർ 6-ന് വിവിധ പ്രവിശ്യകളിൽ നിന്നായി 389 അംഗങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടനാ അസംബ്ലി നിലവിൽ വന്നു. സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷം ഭരണഘടനാ അസംബ്ലിയുടെ അംഗബലം 299 കുറഞ്ഞു. തുടർച്ചയായ സമ്മേളനങ്ങൾക്ക് ശേഷം 1947 നവംബർ 4-ന് ഭരണഘടനയുടെ ആദ്യ രൂപം അസംബ്ലിയിൽ സമർപ്പിച്ചു. 76,000-ഓളം നിർദ്ദേശങ്ങൾ പരിശോധിച്ചും വിവിധ രാജ്യങ്ങളുടെ ഭരണഘടന വിലയിരുത്തി മികച്ച ആശയങ്ങൾ ഉൾക്കൊണ്ടും നീണ്ട ചർച്ചകൾക്കുമൊടുവിലാണ് ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളുകളുമുള്ള ഭരണഘടനയുടെ കരട് രൂപം 1949 നവംബർ 26-ന് ഭരണഘടനാ സമിതി അംഗീകാരം നൽകി. ശേഷം 1950 ജനുവരി 26-ന്
ഭാരതം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഘടന നിയമപരമായി പ്രാബല്യത്തിൽ വന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യ രാഷ്ട്രപതിയായി ചുമതലയേറ്റു. ിൽ പ്രാബല്യത്തിൽ വന്ന ഭരണഘടന കാലാനുസൃതമായ ഭേദഗതികളും മാറ്റങ്ങളും ഒപ്പം വെല്ലുവിളികൾ അതിജീവിച്ചുമാണ് ഭാരതത്തിന് വഴികാട്ടിയായി നിലകൊള്ളുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, ജനം. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണ്. 1950 ജനുവരി 26 ഭാരതം സമ്പൂർണ്ണ റിപ്പബ്ലിക്കായപ്പോൾ മുഖ്യാതിഥിയായി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത് ഇന്തോനേഷ്യയുടെ പ്രഥമ പ്രസിഡന്റായ സുകർണോ ആയിരുന്നു. 75ാം റിപ്പബ്ലിക് ആഘോഷങ്ങൾക്ക് പ്രഭാവം എത്തുമ്പോൾ ചരിത്രത്തെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണ്. 1950 ജനുവരി 26 രാജ്യം സമ്പൂർണ്ണ റിപ്പബ്ലിക്കായപ്പോൾ മുഖ്യാതിഥിയായി ചടങ്ങുകൾക്ക് സാക്ഷിയായ വ്യക്തി ഇന്തോനേഷ്യയുടെ സ്ഥാപക പ്രസിഡന്റായ സുകർണോ ആയിരുന്നു. 1945 ജപ്പാനിൽ നിന്നും സ്വതന്ത്രമായി ഇന്തോനേഷ്യ സ്ഥാപിതമാകുമ്പോൾ ഭാരതം സ്വതന്ത്രമായിരുന്നില്ല. ആഗോളതലത്തിൽ സ്വതന്ത്ര രാജ്യമായി ഇന്തോനേഷ്യയെ അംഗീകരിക്കുന്നതിന് നിർണായക നീക്കങ്ങൾ നടത്തിയത് ഭാരതമാണ്. മാത്രമല്ല, ഇന്തോനേഷ്യയെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാമത്തേത് ഭാരതവുമാണ്. ചരിത്രപരമായ ബന്ധത്തിന്റെ സ്നേഹോഷ്മളതയുടെ പുത്തൻ രചനയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ 75ാം വാർഷികത്തിന് സാക്ഷിയാകാൻ എത്തുന്നത്. ഇന്തോനേഷ്യയുടെ സൈനിക ആവശ്യത്തിനുള്ള വ്യവസായങ്ങൾ രൂപീകരിക്കുന്നതിനും അനുബന്ധ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനും മികച്ച സഹകരണം ഭാരതം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 1600 കോടിയോളം ഡോളർ മൂല്യം ഭാരതീയ നിക്ഷേപങ്ങൾക്ക് ഇന്തോനേഷ്യയിലുണ്ട്. 100ഓളം ഇന്ത്യൻ കമ്പനികൾ ഇന്തോനേഷ്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടൂറിസം രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ നീക്കവും ശക്തമായി തുടരുന്നു. ആസിയാൻ രാഷ്ട്രങ്ങളിൽ പരമപ്രധാനമാണ് ഇന്തോനേഷ്യ. ചരിത്രപരവും നയതന്ത്രപരവുമായ വിശാല ബന്ധം നൽകുന്ന ഉൾക്കാഴ്ചയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 75ാം വാർഷിക ദിനത്തിൽ മുഖ്യാതിഥിയായി ക്ഷണിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ. ഇന്തോനേഷ്യയുടെ 8ാമത് പ്രസിഡന്റാണ് സുബിയാന്റോ. 74 മുതൽ 98 വരെ ദീർഘകാലം സൈനിക സേവനം നടത്തിയ അനുഭവത്തിന്റെ പിൻബലത്തോടെയാണ് പ്രബാവോ സുബിയാന്റോ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായത്. ഭാരതവുമായുള്ള മികച്ച ബന്ധം തുടരുന്നതിൽ ശ്രദ്ധാലുവാണ് അദ്ദേഹം. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള ഭാരത സന്ദർശനത്തിൽ നിരവധി കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുന്നത്. സാങ്കേതിക സർവകലാശാലയുടെ ഔദ്യോഗിക വാഹനങ്ങൾ സിൻഡിക്കേറ്റ് അംഗം ദുരുപയോഗം ചെയ്യുന്നതായി രേഖകൾ. പരാതി സിൻഡിക്കേറ്റ് അംഗവും CPM മുൻ MP-യുമായ PK ബിജുവിനും ഭാര്യയ്ക്കുമെതിരെയാണ്. AKG സെന്ററിലും CITU ഓഫീസിലും പോകുന്നതിന് വാഹനം ദുരുപയോഗം ചെയ്യുന്നതായ CAG-യുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് പിന്നാലെയാണ് വീണ്ടും ഗുരുതര വീഴ്ച. ഈ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേർന്നു. ശാലിനി, ഈ പുതിയ വാർത്ത, അതായത് വാഹനം ദുരുപയോഗം ചെയ്യൽ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണരാജ, കഴിഞ്ഞ ദിവസമാണ് CAG-യുടെ റിപ്പോർട്ട് വരുന്നത്. ഈ സാങ്കേതിക സർവകലാശാലയിൽ നടന്നിട്ടുള്ള ചില ക്രമക്കേടുകൾ, ക്രമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളായിരുന്നു അന്ന് CAG കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആ CAG റിപ്പോർട്ടിൽ തന്നെയാണ് ഈ സാങ്കേതിക സർവകലാശാലയിലെ ചില വാഹനങ്ങൾ, ഔദ്യോഗിക വാഹനങ്ങൾ ദുരുപയോഗം ചെയ്തതായിട്ടുള്ള കണ്ടെത്തലുകളും ഉണ്ടായത്. അതിന്റെ ഒരു കൂടുതൽ വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. MP-യും ഒപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗവുമായ PK ബിജുവിന്റെ ഭാര്യ, PK ബിജുവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ വിജി വിജയനും ആണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ വരുന്നത്. അതിൽ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ള ചില വ്യക്തികളുണ്ട്, അവർ ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇരുവരും ആ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തലുകളും രേഖകളുമായി പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഒരു വ്യക്തി, അത് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്
ആണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ആ വാഹനം ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ലോങ് ബുക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, സർവകലാശാലയുടെ ബയോകെമിസ്ട്രി വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ച വിജി വിജയനാണ് ഇത്തരത്തിൽ കേരള സർവകലാശാലയുടെ അടക്കം ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. AKG സെന്ററിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള കാര്യവട്ടം ക്യാമ്പസിലേക്ക് അടക്കം ഈ വാഹനങ്ങൾ കൊണ്ടുപോയത് നിയമങ്ങൾ കാറ്റിൽ പറത്തിയിട്ടാണ് എന്നുള്ളതാണ് കണ്ടെത്തലുള്ളത്. പ്രത്യേകിച്ച് 8 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്ററിനുള്ളിൽ പോകണം വാഹനം എന്നുള്ളതൊക്കെയാണ് ചട്ടം. അതടക്കമുള്ള കാര്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇഷ്ടത്തിന് വാഹനം ഉപയോഗിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ സർവകലാശാലയിൽ വിവർത്തനാത്മക ഗവേഷണം ലക്ഷ്യമാക്കി ഒരു ട്രിക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. ആ സെന്ററിന്റെ അടക്കം ചുമതല വിജി വിജയന് നൽകിയതിൽ വലിയ രീതിയിലുള്ള വിമുഖത അവിടുത്തെ സീനിയർ അധ്യാപകർ നടത്തിയിട്ടുണ്ട്. കാരണം സീനിയോറിറ്റി ഇല്ലാത്തൊരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഇതിന്റെ മേധാവിത്വം നൽകിയതിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് ഈ വാഹനം അടക്കം ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ സീനിയർ പ്രൊഫസർമാർക്കടക്കം വാഹനങ്ങൾ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ എത്തിയ ഒരു ജൂനിയർ പ്രൊഫസർക്ക് ഇത്തരത്തിൽ വാഹനങ്ങൾ വിട്ടു നൽകുന്നതും ആ വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി രജിസ്ട്രാർ തന്നെ നൽകുന്നതുമായിട്ടുള്ള രേഖകൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗവേഷണ ഡേറ്റ തട്ടിപ്പുമായിട്ടൊക്കെ വലിയ രീതിയിൽ ആരോപണ വിധേയായി നിന്നൊരു വ്യക്തിയാണ് വിജി വിജയൻ. അത് ജനം TV അടക്കം വാർത്തയന്ന് നൽകിയതുമാണ്. ഇതിന് പിന്നാലെയാണ് ഇവർ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നതും ആ യൂണിവേഴ്സിറ്റിയിലെ ഔദ്യോഗിക വാഹനങ്ങൾ, പ്രത്യേകിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സർവകലാശാലയാണ്. ആ സർവകലാശാലയിൽ CAG അടക്കം ഈ സാമ്പത്തിക പ്രതിസന്ധി കണ്ടെത്തിയ സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടത്തിന് വീട്ടിൽ നിന്നും വിവിധ ഇടങ്ങളിലേക്ക് AKG സെന്ററിലേക്കും ഒപ്പം തന്നെ CITUവിന്റെ ഓഫീസിലേക്ക് അടക്കം പോകാൻ സിൻഡിക്കേറ്റ് അംഗമായ PK ബിജു വാഹനം ദുരുപയോഗം ചെയ്തതുപോലെ തന്നെ ഭാര്യയും അത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, ഈ സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ഔദ്യോഗിക വാഹനമാണ് VCയുടെ അറിവോ സമ്മതമോ ഉത്തരവോ ഒന്നുമില്ലാതെ വിജി വിജയൻ അടക്കം ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർവകലാശാലയിൽ ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നതിന് അല്ലെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു ഉത്തരവ് രജിസ്ട്രാർ ഇടത് അനുകൂലിയാണ്. അദ്ദേഹത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ രേഖകളടക്കം ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇഷ്ടക്കാർക്ക് ഇഷ്ടപ്പെട്ട നീതി എന്നുള്ളതാണ് സാങ്കേതിക സർവകലാശാലയിലും സമാനമായി കേരള സർവകലാശാലയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തൽ പുറത്തേക്ക് വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും ഒപ്പം തന്നെ ഈ PK ബിജുവിന്റെ ഭാര്യയ്ക്ക് രാഷ്ട്രീയ പ്രീതിക്കായി വാഹനം അനുവദിച്ച രജിസ്ട്രാറുടെ ഉത്തരവടക്കം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചാൻസലർ കൂടിയായ ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി കൂടി നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക നഷ്ടമടക്കം തിരികെ പിടിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ ഗവർണർ കൂടി സ്വീകരിക്കുന്ന നടപടി ഇക്കാര്യത്തിൽ നിർണായകമാണ്. എന്തായാലും CAGയുടെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ, സാമ്പത്തിക ക്രമക്കേട്, ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി, അതിനിടയിൽ ഈ വാഹന ദുരുപയോഗം അടക്കം പുറത്തേക്ക് വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഗുരുതരമായി അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി വാഹനം ദുരുപയോഗം ചെയ്തിട്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നത്. ഏതായാലും CPM നേതാവ് മുൻ MP PK ബിജുവും ഭാര്യയും വാഹനം നന്നായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിന് സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ ഞങ്ങൾ നേതാക്കൾ എന്ന മട്ടിൽ AKG സെന്ററിലേക്ക് അടക്കം പോകാനായി വാഹനം ദുരുപയോഗം ചെയ്യുന്ന വാർത്തയാണ് ശാലി നൽകുന്നത്. ഒരുപക്ഷെ ഈ വാർത്തയിലേക്ക് നമ്മൾ കൂടുതൽ സമയം നിൽക്കേണ്ടി വരും വാർത്തകളിൽ. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ കൊല്ലത്തെ CPM CPI ഭിന്നതയിൽ കുഴഞ്ഞ കോർപ്പറേഷൻ ഭരണം. ഒരു വർഷമെങ്കിലും മേയർ സ്ഥാനം വിട്ടുകിട്ടണമെന്ന നിലപാടിലാണ് CPI. എന്നാൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടായിരിക്കെ മേയർ സ്ഥാനം വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് CPM. M മനോജ് ചേരുന്നുണ്ട്. മനോജ്, ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ തമ്മിൽ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നല്ലോ, ഇത്ര കാലയളവിൽ CPM, അത് കഴിഞ്ഞ് CPIക്ക് ഇത്ര കാലയളവ് എന്ന്. പക്ഷേ ഇപ്പോൾ CPM ഈ ഒരു മേയർ സ്ഥാനം വിട്ടുകൊടുക്കാതെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഒരു വർഷമെങ്കിലും തങ്ങൾക്ക് ഈ മേയർ സ്ഥാനം കിട്ടണം എന്ന ഒരു നിലപാടിലേക്ക് CPI കൂടി കടക്കുമ്പോൾ അവിടെയുള്ള കോർപ്പറേഷൻ ഭരണം ആകെ താറുമാറാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അല്ലേ? തീർച്ചയായും CPIക്ക് ഒരു വർഷമെങ്കിലും ഭരണം കിട്ടണമെന്നുള്ള ആവശ്യമാണ്. അതിൽ തന്നെയാണ് CPI ഉറച്ചു നിൽക്കുന്നത്. 4 വർഷം CPM-ഉം 1 വർഷം CPI-യും എന്നതായിരുന്നു മുന്നണിയിലെ ധാരണ. എന്നാൽ അത് പാലിക്കാൻ CPM തയ്യാറായില്ല എന്നാണ് ഉയർന്ന വിമർശനം. അതിൽ തന്നെ നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. നേരത്തെ തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പങ്കെടുത്ത നേതൃയോഗങ്ങളിലടക്കം
വിമർശനമുയർന്നു. ഇതിൽ തന്നെ ഡിസംബർ പകുതിയോടുകൂടി നിലവിലെ മേയർ ഒഴിഞ്ഞ CPIക്ക് മേയർ സ്ഥാനം നൽകുമെന്നൊക്കെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഒരു തീരുമാനം. അതിൻ്റെ ചർച്ചയൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് പാലിക്കാൻ CPM തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ 55 സീറ്റിൽ 39 സീറ്റാണ് LDFന്, അതായത് CPMനും CPIക്കും ചേർന്നുള്ളത്. അതിൽ 29 സീറ്റ് CPMനും 10 സീറ്റ് CPIക്കുമാണുള്ളത്. ഇതിൽ തന്നെ CPMന് തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള സീറ്റ് ഉണ്ട് എന്നുള്ള ആ ഒരു കണക്കിലാണ് CPIക്ക് ഇതുവരെ മേയർ സ്ഥാനം നൽകാത്തത് എന്നുള്ളതാണ്. നിലവിൽ പ്രസന്ന ഏണസ്റ്റാണ് മേയറായിരിക്കുന്നത്. എന്നാൽ ഈ മേയർക്കെതിരെ തന്നെ വലിയ ആരോപണങ്ങൾ, അതായത് പല പദ്ധതികളും പൂർത്തിയാക്കാത്തതിൽ വലിയ വിമർശനങ്ങൾ ഈ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ കൗൺസിലർമാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും കൗൺസിലർമാർക്കിടയിലും ഇത് വലിയ തരത്തിലൊരു വിഭാഗീയത, ഒരു ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം CPIയുടെ 10 കൗൺസിലർമാർ, അതോടൊപ്പം തന്നെ CPMൻ്റെ കൗൺസിലർമാർ, ഇവരൊക്കെ തമ്മിൽ ഈ കാര്യം വലിയ വിമർശനത്തോടു കൂടി തന്നെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. കാരണം കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മുന്നണിയിലെ ധാരണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 വർഷം CPM 1 വർഷം CPI എന്നുള്ളത്. എന്നാൽ അത് ഈ വർഷം കടക്കുമ്പോഴേക്കും CPIക്ക് വിട്ടു നൽകിയില്ല എന്നുള്ളതാണ് ഉയരുന്ന പരാതി. എന്നാൽ ഇങ്ങനെ ഒരു ധാരണ ഇല്ലെന്നുള്ള പല വാദങ്ങളും CPMൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് തന്നെ വിട്ടു നൽകേണ്ടതില്ല എന്നുള്ള വാദമാണ് CPMൻ്റെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നത്. എന്നാൽ CPIക്ക് ഈ സീറ്റ് കിട്ടണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് മുന്നണിയിലെ ഇത്തരമൊരു ഭിന്നത അത് വലിയ തരത്തിലേക്ക് ഈ നേതാക്കൾ ഈ നേതൃയോഗങ്ങളിലടക്കം ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രധാന കാര്യം, അതായത് CPMന് തമ്പ്രാൻ നിലപാടും അതോടൊപ്പം തന്നെ CPI അടിയാന്മാരാണോ എന്നുള്ള ഒരു വിമർശനമൊക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ CPMന് കീഴെ CPI എന്നുള്ള ആ ഒരു നിലയിലേക്ക് എത്താൻ പറ്റില്ല. തങ്ങൾക്കും ഇത്തരത്തിലുള്ള, അതായത് ഇവിടെ ധാരണ പാലിക്കണമെന്നുള്ള കാര്യമാണ് CPI ആവശ്യപ്പെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും നിലവിലെ കോർപ്പറേഷൻ ഭരണം അത് ഇത്തരത്തിലുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ വിമർശനങ്ങളും അതോടൊപ്പം ഇങ്ങനെയുള്ള ഈ ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കോർപ്പറേഷനും ഭരണം കുഴയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ CPM CPI തർക്കം. 1 വർഷമെങ്കിലും ഞങ്ങൾക്ക് മേയർ സ്ഥാനം വേണമെന്ന് CPI ആവശ്യപ്പെടുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ എന്ന് CPM പറയുന്നുണ്ട്. നിങ്ങൾ തർക്കിച്ചോളൂ. ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങളെ നിരാകരിക്കുന്ന തരത്തിലാവരുത് നിങ്ങളുടെ തർക്കം എന്ന് മാത്രമേ ഉള്ളൂ. വടകരയിൽ കാറിടിച്ച് സ്ത്രീ മരിക്കുകയും പേരക്കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ കാർ ഓടിച്ച ഷെജീലിനെ നാട്ടിൽ എത്തിക്കാനായില്ല. UAEയിലുള്ള ഷെജീലിനായി ഇന്റർപോളിന്റെ സഹായം തേടും. ബ്ലൂ കോർണർ നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെടുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? ഈ കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിൽ ഒരു രാത്രിയിൽ വടകര ചോറോട് വെച്ചിട്ട് ഈ ദൃഷാന എന്ന് പറയുന്ന ഈ 4ാം ക്ലാസ്സുകാരിയെയും മുത്തശ്ശിയെയും ഷെജീൽ ഓടിച്ചിരുന്ന കാർ ഇടിക്കുകയും ഇടിച്ച ഉടൻ തന്നെ കാർ അപകട സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇത് വലിയ ചർച്ചയും ഒക്കെ ആയ ശേഷം പിന്നീട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ കേസിന് ഈ കേസിന് പുറകെ നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ മാസങ്ങൾക്ക് മുൻപാണ് ഈ ഇടിച്ച കാർ അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് ഈ കേസിലെ ചുരുളഴിയുന്നത്. ഷെജീലാണ് ഈ കുട്ടിയെ ഇടിച്ചതെന്നും അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കാർ ഇടിച്ചതിന് ശേഷം ഇത്തരത്തിൽ ഇൻഷുറൻസ് തുകയടക്കം കൈപ്പറ്റിയതിന് ശേഷമാണ് ഈ ഷെജീൽ UAEയിലേക്ക് കടന്നിരിക്കുന്നത്. എന്നാൽ ഇതുവരെ ഇത്ര മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ട് പോലും ഷെജീലിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ ഷെജീൽ വിദേശത്ത് ഷെജീൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായൊക്കെ തന്നെ ഇത്തരത്തിൽ അന്വേഷണ സംഘം സംസാരിച്ചിരുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഷെജീൽ സ്വമേധയാ നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള അല്ലെങ്കിൽ വരാനുള്ളൊരു നടപടിയും സ്വീകരിക്കില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഷെജീലിനായുള്ള ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നീക്കം ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോഴും ഷെജീൽ കൃത്യമായ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഷുറൻസ് കമ്പനി അടക്കം കബളിപ്പിച്ചുകൊണ്ടാണ് നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് കടന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ദൃഷാനയുടെ അമ്മയടക്കം പറയുന്നത് അമ്മയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത്.
ഈ സമയത്ത് കൃത്യമായി ആ വാഹനം നിർത്തി തങ്ങളെ അല്ലെങ്കിൽ മകളെയും അച്ഛമ്മയെയും രക്ഷിക്കാനുള്ള ഒരു നടപടി പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹതാപം പോലും ഈ ഷെജീലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. ആ കാറിൽ ഷെജീലും ഭാര്യയും മക്കളും അടക്കം ഒരു കുടുംബം മുഴുവൻ ആ കാറിൽ ഉണ്ടായിരുന്നു. ആ കാറിൽ ഉണ്ടായിരുന്ന ആർക്കും ഇത്തരത്തിലൊരു സഹതാപം അല്ലെങ്കിൽ ഒരു അനുകമ്പ ഉണ്ടായില്ലല്ലോ എന്നാണ് അമ്മ പറയുന്നത്. ആ അപകടത്തിന് ശേഷം കോമയിലായ ദൃശാന ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. കൃത്യമായി ആ അപകടം നടന്നതിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ കൃത്യമായി ഈ കുട്ടിക്ക് ചികിത്സാ സഹായം അടക്കമുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പുവരുത്തുമെന്നൊരു വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ആ വാഗ്ദാനങ്ങളൊക്കെ കടലാസിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. ഒരു സഹായം പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. കൃത്യമായി ആ പ്രദേശവാസികളും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ തന്നെയാണ് ഇപ്പോഴും ആ കുട്ടിയുടെ ചികിത്സ നടക്കുന്നത്. ഈ കുടുംബം പറയുന്നതനുസരിച്ചാണെങ്കിൽ കൃത്യമായ ഒരു ചികിത്സ, ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ ആ കുട്ടിക്ക് നൽകാൻ കഴിഞ്ഞാൽ ദൃശാനയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. നമുക്കറിയാം കുഞ്ഞുകുട്ടിയാണ്, ഇനിയും ജീവിതം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം പറയുന്നത് എത്രയും വേഗം ഷെജീലിനെ നാട്ടിലെത്തിച്ച് കൃത്യമായി അവർക്ക് ലഭിക്കാനുള്ള ഇൻഷുറൻസ് തുകയടക്കം ലഭ്യമാക്കണം എന്നതടക്കമുള്ളതാണ്. അനഘ ഹർഷൻ. വാർത്തകൾ ഒരുപാട് കണ്ടു. ചില വാർത്തകൾ ഇനിയും കൂടുതൽ കൃത്യതയോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വയനാട്, പത്തനാപുരം, ഒപ്പം വാളയാറൊക്കെ വന്യമൃഗങ്ങളുടെ ആക്രമണം പതിവാകുന്ന കാഴ്ച, അതിലേക്കൊക്കെ നമുക്ക് വിശദമായി മറ്റു വാർത്തകളിൽ വരേണ്ടതുണ്ട്. തൽക്കാലം പുത്തൻപുലരി അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. നമസ്തേ.